இப்படி என்னம்மா இப்படி பண்றீங்களேம்மா? മധുരം മാത്രമേ ഉള്ളൂ. അതിന്റെ അടിയിലത്തേത് സുഞ്ചിന് മുറിച്ചാട്ടെ. ഞാൻ ഉണ്ടാക്കുന്ന ഈ ഫുഡിനെ പറ്റി 2 വാക്കുകൾ പറയൂ. ഇതിനു മുന്നേ കഴിച്ചിട്ടുള്ള ഇതൊക്കെ എന്തെങ്കിലും കുഞ്ഞാവിടെ പറഞ്ഞു. നല്ലതാണ് ഡയറ്റ്. ഇതെന്താന്ന് പറഞ്ഞോളൂ. സലാഡ്, ചിക്കൻ. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ഡയറ്റ്. ഒരു ദിവസം ഈ കേക്ക് നമ്മുടെ ചത്തുന്ന പോലെ എല്ലാ ദിവസവും ഓരോരുത്തരും. അതായത് കുഞ്ഞാവയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. എന്തോ ഒരു കിണ്ണാങ്കൃതി, പക്ഷെ നല്ല ടേസ്റ്റാണ്. അപ്പൊ അതാണ് ഞാനിപ്പോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പച്ചക്കറി അല്ല അരിയ മോനെ വർത്താനം പറയല. നമുക്ക് അപ്പുറത്ത് പോവാം. അതായത് ചിക്കൻ ചെറുതായിട്ട് അരിയുക. ഇത്ര ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ, കഴുകി വെച്ചിരിക്കുക. അപ്പോൾ എല്ലില്ലാത്ത എപ്പോഴും ബ്രസ്റ്റ് പീസ് ആണല്ലേ, അതിൽ കൊഴുപ്പ് കുറവാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് പല കളറിലുള്ള ക്യാപ്സിക്കം, ഇന്ന് ചുമന്ന് കിട്ടിയില്ല. ക്യാപ്സിക്കം, ബ്രോക്കോളി, ക്യാരറ്റ്, ബീൻസ്, എല്ലാ പച്ചക്കറികളും. ആദ്യം ഇത്തിരി ഉപ്പും കുരുമുളകും ഇട്ട് തൊള്ളി ഓയിൽ, ഏതെങ്കിലും ഒരു ശകല ഓയിൽ അടുക്കി പിടിക്കാതിരിക്കാൻ ഒഴിച്ചിട്ട് ചിക്കൻ ചെറിയ പീസാക്കിയിട്ട് വേവിക്കുക. ഒറ്റ ആവിക്ക് തന്നെ വേവും, ഒന്ന് തിളയ്ക്കുമ്പോഴേ വേകും. വെന്ത് കഴിയുന്ന ഉടനെ ഈ പച്ചക്കറി കൂടിയിട്ട് അടച്ചു വെക്കുക. നല്ലോണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ആവി വെള്ളത്തിൽ തന്നെ വേകും. ബ്രോക്കോളി ഇല്ലെങ്കിൽ കോളിഫ്ലവർ എടുത്താലും മതി. കളറുള്ള ക്യാപ്സിക്കം ഇല്ലെങ്കിൽ പച്ച ക്യാപ്സിക്കം ഇട്ടാലും മതി. ഞാൻ എല്ലാ കളറും ഉണ്ടെങ്കിൽ. അങ്ങനെ ലാസ്റ്റ് എടുക്കുമ്പോൾ ഒരു നുള്ളു ഗരം മസാലയും കൂടെ അതിൻ്റെ പുറത്ത് ശക്കലയാകാൻ പാടും. കുരുമുളക്, ഉപ്പ്, മഞ്ഞപ്പൊടി, അല്പം ഗരം മസാല, ഇതല്ലാണ്ട് ഒന്നും ചേർക്കില്ല. എല്ലാം ശക്കലവേ ചേർക്കാൻ പാടുള്ളൂ. പിന്നെ വാങ്ങുന്നതിന് തൊട്ട് മുന്നേ ഒരു മുറി ചെറുനാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കുക. സംഭവം ക്ലോസ്, കഴിഞ്ഞു. മല്ലിയിലയൊക്കെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ അതും ചേർക്കാം. പിന്നെ ഞാൻ ക്യാപ്സിക്കത്തിൻ്റെ ഒന്നും അരി ചേർക്കത്തില്ല കേട്ടാ. അതുപോലെ തക്കാളിയും ഇതുപോലെ അതിൻ്റെ ഉള്ളിലെടുത്ത് മാറ്റും. അതേതായാലും കറിയിലിടും, ഇല്ല ഇത് കുഴഞ്ഞു പോകും. അരി വിത്തില്ലാണ്ടേ എടുക്കത്തുള്ളൂ. ഇനി ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ. ഞാൻ വീഡിയോ എടുത്തോണ്ടിരുന്നത്. അതായത് ഇവിടെ അടുത്തൊരു ഫെസ്റ്റ് ഉണ്ട്. ഫെസ്റ്റ് കോന്നി ഫെസ്റ്റ് പോലെ ഇവിടെ പന്തല്ലൂർ ഒരു ഫെസ്റ്റ് ഉണ്ട്. അത് കാണാൻ വേണ്ടിയിട്ട് പോവാം. അപ്പോൾ പോകുന്നതിന് മുന്നേ ഞങ്ങൾക്ക് സമയത്ത് ഫുഡ് കഴിക്കണം. അതുകൊണ്ട് ഞാനങ്ങ് ഉണ്ടാക്കി കൊടുക്കാം. കുറച്ച് ആൾക്കാരെല്ലാം ഉണ്ടാക്കി കൊടുക്കാമെന്ന്. തുടക്കത്തിൽ ചെയ്യുന്ന പോലെ അവസാനം വരെ എങ്ങനെ ചെയ്യുന്ന ഒരു പ്രതീക്ഷ കൊടുത്തേക്കും. ഇതൊരണി എന്തൊരു പുച്ഛഭാവം. ഭാവം നോക്കിയാ കുഞ്ഞ അല്ല ഇഡലി അച്ഛപ്പ വഴക്കുണ്ടാക്കുന്നു. രക്ഷിക്ക്. ഉണ്ടാക്കി കഴിക്കുമ്പോ കണ്ടോ വാവ്, കുഞ്ഞാക്കറിയാലോ അത് കൊള്ളാന്ന്. അങ്ങനൊക്കെ തോന്നും. അണ്ണന്റെ പ്രായം അതാ അല്ലേ അമ്മ? നല്ല സാധനം മതി. അപ്പൊ ഇത് ഇറച്ചിക്കകത്ത് തന്നെ വെള്ളമാണ്. ഇത്രയും വെള്ളം ഉണ്ടായിരുന്നോ? അടച്ചു വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഇത് ഉപ്പ്, കുരുമുളക്, മഞ്ഞപ്പൊടി, നുള്ളു വെളിച്ചെണ്ണ, അത്രയും. മണിയമ്മയുടെ ചാനലിലിടാനുള്ളതാണ്. തുറന്നിട്ട് പെട്ടെന്ന് അടച്ച് ഞാൻ കാണാതിരിക്കാൻ. എന്തോ ബനിയും ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. 2 യൂട്യൂബേഴ്സ് തമ്മിലുള്ള മല്ലയുദ്ധമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓ അങ്ങനെയൊന്നും ഇല്ല. അടുത്തതായി നല്ല ഹെയർ സ്റ്റൈല്. ആ നിന്നെ കണ്ട ഇപ്പൊ നിത്യദാസിന്റെ മോളെ പോലെ ഉണ്ടെന്ന് പറഞ്ഞു. ഓ നിത്യദാസിന്റെ മകളെ പോലെ. മറ്റേ കൊച്ച് ആ മോളെന്നാ പറഞ്ഞു. ബാസന്തി വേറെ, അത് മറ്റവള്. അത് നമ്മുടെ അമ്മൂന്റെ ബാഗും ബാസന്തി. കോമഡി ആക്കണോ അമ്മ? ഒരു കോമഡി പറയാം. ഞാൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെ തുറന്നിങ്ങനെ ഇതിന്റെ കാര്യം പറഞ്ഞപ്പോ മറിയം അറിയാണ്ട് വന്ന് തുറന്നിട്ട് പെട്ടെന്ന് നടക്കുന്നു. കള്ളി കണ്ടന്റ് വേറെ അല്ലേ? അതാ ചാനൽ ഇതല്ല. ഇത് ഞാൻ നോക്കി ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. മണിയമ്മ അറിയാണ്ട് ഒന്ന് തുറന്നപ്പോൾ ഓർത്ത് അയ്യോ ഇത് ആ ചാനലിൽ അടച്ചു വെച്ചു. അതെന്റെ സ്വന്തം ചാനലിൽ എന്ന് അടച്ചു വെച്ചേക്കാന്ന്. ആരാ സാധനം തോന്നിക്കുന്ന നോക്ക്. ഇത് പാവ എപ്പോഴും പഴം തിന്നോണ്ടിരിക്കും. അതുകൊണ്ടാണോ? ഒരുത്തനവിടെ വിശന്ന് തളർന്ന് കിടപ്പട്ടെ. അപ്പൊ അതോ വൈകുന്നേരം പോണോ? വണ്ടി ശരിയാ. ഇനി ഏത് വൈകുന്നേരം? പാതിരാത്രി വെളുപ്പിന് പോണോ? അല്ല അപ്പൊ ഞാൻ ചോദിക്കട്ടെ, വണ്ടി ശരിയായോ? വണ്ടി കേറ്റം കയറാതിരുന്ന കുഴപ്പമില്ല. കേറ്റം പോകുന്ന വഴിക്കുള്ള കേറ്റൊക്കെ തുറന്നു വെക്കാം. അപ്പൊ കുറച്ച് വെള്ളം പറ്റും.
ഇത്രയും വെള്ളമുള്ള കോഴിയോ ആത്തവി വെള്ളം കൂടുതൽ വെള്ളപ്പൊക്കമോ? അല്ല, കോഴിക്കകത്ത് ഓൾറെഡി വെള്ളം കാണുമായിരിക്കും, പിന്നെയും വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചില്ല. ഒഴിച്ചില്ലേ? അപ്പൊ പാറ്റട്ടെ. മുങ്ങിച്ചത്ത കോഴിയാണോ? നമുക്കിനെ പറ്റിക്കാം. മുങ്ങിച്ചത്ത കോഴിയാ? അത് പെട്ടെന്ന് വേഗണ്ടയാണല്ലോ. കൊള്ളാം കേട്ടോ, നല്ല കളറ്. ബ്രോക്കോളി ആയിരുന്നു നല്ല പച്ചച്ചും കൂടെ ഇരുന്നേനെ. ഇരിക്കുന്നില്ലേ? ഇവിടെ കാന്താരി ഉപ്പിലിട്ട് തിന്നുന്നതാണ്. അതൊക്കെ എന്താ കളർഫുൾ ആയിട്ടിരിക്കുന്ന പച്ചക്കറി, പച്ച മഞ്ഞ നീല വർണ്ണ ഇങ്ങനെ വേണം. പച്ച 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 ബൾബ് ഇങ്ങനെ വേണം തിന്നാനോ? ഇങ്ങനെ വേണം കളർഫുൾ ആയിട്ട്. എല്ലാ കളറും നമ്മൾ കഴിക്കണം. പാത്രം ഇല്ലാത്ത അല്ല, ഞാൻ ഈ പാത്രം. അല്ല, ഈ വീട്ടിലാണ് പാത്രം ഇല്ലാത്ത. നമുക്ക് ഡ്രസ്സ് മറണ്ടേ? പോയിട്ട് വന്ന ഡ്രസ്സ് മറന്നല്ലോ. അതോ നമുക്ക് ഇനി പോയിട്ട് വന്നിട്ട് ഡ്രസ് പറയാൻ എനിക്കൊന്ന് കുളിക്കണം. നമ്മുടെ പന്തലൂർ ഫെസ്റ്റ് ഇല്ലേ, അത് കാണിക്കാൻ കുഞ്ഞിനെ. അമ്മൻ കഴിക്കുന്ന മോന് വേണ്ടേ? ഇവ ഇതെല്ലാം തിന്നും കിടുവേ. എന്താണെന്നറിയോ മസിൽ വരെ? പിള്ളേരൊന്നും പച്ചക്കറി അങ്ങനെ കഴിക്കുമല്ലോ, പക്ഷെ ഇവൻ കഴിക്കും. അത് മാമനെ വിചാരിച്ച് മസിൽ വരുന്നതിന്റെ കാര്യം ഓർത്തിട്ട് മാത്രം. കാണുമ്പോൾ നിങ്ങൾക്ക് അവിയലായിട്ട് തോന്നും, പക്ഷെ അങ്ങനെയല്ല. അമ്മൻ ഇത് കൊടുത്തു നോക്കട്ടെ. അപ്പാ മോന് വേണ്ട ക്യാരറ്റ്? എന്റെ എക്സ്പ്രഷൻ എടുക്കൂ. ഇപ്പോൾ എന്തായി കാണിക്കുന്നത്? പിടിച്ച് കൊള്ളാം. കൊള്ളാന്നൊക്കെ പറഞ്ഞോളാണോന്ന് അറിയില്ല. കുഞ്ഞാ കൊള്ളായിട്ട് കുഞ്ഞാവിടെ കൊള്ളാന്ന് ചോദിക്കില്ല. കുഞ്ഞാ കൊള്ളാന്ന് പറ കൊള്ളാന്ന് പറ. കൊന്നാലും ഞാൻ പറയൂലടാ. കഴിച്ചു കഴിഞ്ഞു പോരാ, എന്നും കഴിച്ചു കഴിഞ്ഞിട്ട് അങ്ങനെ പറയണ്ട. പറയണ സത്യം. എന്നെ ഇതിങ്ങനെ നേരെ തിരിച്ചു പിടിക്കും. അപ്പോഴാണ് അവന് മാമന്റെ അടുത്ത് ഞാൻ ഇരിക്കുന്നുണ്ട്. നീ പോയാൽ ഞാൻ മാമന്റെ അടുത്തിരിക്കും. ആലോചിക്കണേ പോണോ? ഓ, ചേച്ചിയുടെ ഇരിപ്പൊക്കെ നോക്കിയേ. അത് ഞാനായിരുന്നു. പക്ഷെ ട്യൂണ് മാറിപ്പോ. മറ്റേ ഊതി കൊടുത്താണ്. ദിലീപിന്റെ അപ്പുറത്ത് പുള്ളിക്കാരി പാടുന്ന ട്യൂണുണ്ടോ? ചിക്കൻ വേണോ? ചിക്കൻ കൊടുത്തേ. മോൻ ഉദിക്ക്. കൊള്ളാവോ കിട്ടുവേ? ഇപ്പൊ നിനക്ക് പോകണ്ടടാ. കൊള്ളാവോ? ആരോട് പറഞ്ഞു? ഞാൻ കേട്ടില്ലല്ലോ. അവളോട് പറഞ്ഞാൽ നല്ലതാണ്. അവളെ എന്താ പറഞ്ഞ? അവളെ അല്ല, എന്നോട് ഇത് പറഞ്ഞ ഉണ്ടാക്കിപ്പിച്ചതാ. ഇത് വേണം. എന്ത് ചെയ്യാം, എന്റെ കൈപുണ്യം. പേടിയുള്ളതുകൊണ്ടോ സമ്മതിക്കും. അല്ല, എന്നോട് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടാ. ചക്ക വീണ് മുയൽ ചെയ്യാത്ത പോലെ എപ്പോഴും എനിക്ക് ശരിയായി. അപ്പോഴാണ് ഞാൻ തന്നെ അറിയുന്നത് ഇതിങ്ങനെ കൊള്ളാമല്ലോ എന്ന്. കഴിച്ചോ ദിവസമായിട്ട് രാവിലെ ഓട്സ് അല്ലെ മുട്ടയുടെ വെള്ളം അല്ലേ പിന്നെ? ഓട്സും മുട്ടയുടെ വെള്ളം. അപ്പൊ മോരുകറി മുതലേ കറിയെല്ലാം ഒഴിച്ച് കഴിക്കും. അത് വേറെ കാര്യം. രാവിലെ എനിക്ക് ഓട്സും മുട്ടക്കറി കട്ടൻ ചായ ഇത് കഴിച്ചതാ. അല്ല, എന്നിട്ട് ഫ്രൂട്ട്സ് കഴിക്കും. ഉച്ചക്ക് ഇതുപോലെ പച്ചക്കറി, ചിക്കന്റെ ബ്രസ്റ്റ് പീസ് അല്ലെ മുട്ടയുടെ വെള്ളം. വൈകിട്ടും ഇതുപോലെ കുറെ പച്ചക്കറി. ഇഷ്ടമായി എത്തു കൊടുത്താലും കഴിച്ചോളൂ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, മടിച്ച് കഴിക്കലില്ല. അപ്പൊ പൊന്നേ 4 ലിറ്റർ വെള്ളം കുടിക്കണം. 4 ലിറ്റർ വെള്ളവും കുടിക്കും. പക്ഷെ വെള്ളം കുടിച്ചത് കുറവാ. ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നുണ്ട് അവൻ ബോഡി ശരിയാക്കാൻ. ഞാൻ ഈ വീഡിയോ എടുക്കാതിരിക്കാൻ പരമാവധി ഒച്ച ഉണ്ടാക്കും, കുഞ്ഞാവന്റെ വീഡിയോ എടുക്കാതിരിക്കാൻ. അതുകൊണ്ട് നിനക്ക് വേണ്ടേ കിടു മസിൽ വെക്കാൻ? ശരി, ആയിക്കോട്ടെ. സ്ത്രീകളുടെ ശ്രദ്ധയ്ക്ക് കണ്ടോ, പിള്ളേരെ ഭക്ഷണം കഴിക്കുമ്പോൾ മൊബൈലിൽ നോക്കല്ലെന്നും പറഞ്ഞിട്ട് പിള്ളേരെ വഴക്ക് പറയും. അതുകൊണ്ട് ഈ മുതിർന്ന പൗരനെ ഞാൻ മൊബൈലിൽ നോക്കിക്കാണ്ട് ഫുഡ് കഴിപ്പിക്കുന്നുണ്ടാ. ഡൈനിങ് ടേബിളിൽ എത്തുമ്പോൾ പരമാവധി ഫോൺ ഒഴിവാക്കുക. ഒറ്റയ്ക്കാണെങ്കിൽ ഫോൺ നോക്കിയിരിക്കുക. ആൾക്കാർ കൂടെ ഉണ്ട്, അങ്ങനെ ചെയ്യരുത്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ ഇവിടെ റേഞ്ച് ഇല്ല. അതുകൊണ്ട് അധികം ഫോണെ പണിയാൻ നിൽക്കുകയല്ല. എവിടെ മോന് വേണോ? ഇനി വേണോ? കഴിച്ചിട്ട് ഓടുന്നു നോക്കിയാൽ ഫോണിലിട്ട് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരിക്കുക. എങ്ങനെയാ വീർപ്പ് മുട്ടിയിരുന്ന്. പിന്നെ ഫോണിൻ്റെ ഉപയോഗം ചെറുതായിട്ട് കൂടുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഗെയിം കളി അതുപോലൊരു ഗെയിമിന് ഭ്രാന്തുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ കൂടാൻ പോവാ. ഗെയിമും കളിച്ചിരുന്നാൽ മതിയോ? അല്ലേ കിടൂ? വാ പൊള്ളുന്നോ? ചൂടാ, പതുക്കെ കഴിച്ചാൽ മതി കേട്ടോ. അവൻ ഓടി വന്നതാ മാമൻ്റെ കൂടെ ഇരുന്ന് കഴിക്കാൻ. അപ്പോഴത്തേക്ക് മാമൻ കഴിച്ചു കഴിഞ്ഞു. വേണ്ട, സ്നേഹിക്കണ്ട, നീ തന്നെ കഴിച്ചോ. അമ്മൂനെ വിളിച്ചോടി ശാലം. അമ്മൂന് ഇത്തിരി കൂടെ വിളിക്ക്. എന്തൊരു സ്നേഹമാ. അല്ലെങ്കിൽ തൊണ്ടക്കൊഴിക്കിരിക്കും അവിടെ പിടിച്ചു കുത്തായിരിക്കും പാടാകുവരെ.
എന്നിട്ട് നീ നിന്നെ ചാർജ് ചെയ്യാനാണ് എന്റെ മണ്ടക്കിരിക്കുന്നേ. ജോ ചാർജാക്കല്ലേ ഇവനെ, ഉള്ള ചാർജിലെ ഞങ്ങൾക്ക് താങ്ങാൻ വയ്യ. ഉറക്കം വരുന്നു നല്ല. താഴോട്ട് ലാൻഡ് ചെയ്യണമെങ്കിലേ വെസ്റ്റിനൊക്കെ പോണോ? എനിക്ക് ഉറക്കം വരുന്നു. ഇനി പോക്ക് കിടക്കല്ല. അണ്ണാണി എണ്ണിക്കൊന്നും തോന്നില്ല. ഇവിടെ അയ്യ ഇത്ര അഴുക്കായി പാൻറ്, വീട്ടിലിടുന്ന പാൻറ്. ഞങ്ങൾ എവിടെയാ പോകുന്നേ? എവിടെ പോന്നേ? നിശ്ചയത്തിന് തുണി എടുക്കാൻ കസവ കേന്ദ്രയിലേക്ക്. ഒന്നുമില്ല, ചെറിയൊരു സെറ്റ് സാരി പോലത്തെ എന്തെങ്കിലും ചെറുത് സിമ്പിളായിട്ട് നിശ്ചയത്തിനുള്ളത് എടുക്കാൻ വേണ്ടിയിട്ട് പോവാ. ഇപ്പം എടുത്തെങ്കിലേ തയ്ക്കാൻ കൊടുക്കാൻ പറ്റുള്ളൂ, തയ്ച്ച് കിട്ടണമല്ലോ. അപ്പോൾ ഇവിടെ വരെ വന്നേല്ലേ, ഇവിടുന്ന് പോയി എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം അവിടെ കൂടെ വരാനോ ചെയ്യാനോ ഒന്നും ആരുമില്ല, എല്ലാവരും ഇവരെല്ലാം ഇവിടെയൊക്കെ അല്ലേ. അപ്പോൾ ആരും ഇല്ലാത്തത് കൊണ്ട് ആദ്യം ഞാൻ എല്ലാവരും ഉള്ള സമയത്ത് ഇപ്പോൾ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോയി കിട്ടുവാണെങ്കിൽ എടുക്കും. എനിക്ക് സിമ്പിളായിട്ട് എന്തെങ്കിലും മതി. അവൻ ചിലപ്പോൾ നല്ല പ്ലച്ചെന്നിരിക്കുന്ന കയറി വരുന്നത് എനിക്കറിഞ്ഞൂടാ. കാണിച്ചു കൊടുത്തു, എന്തെടുക്കാൻ പോകാൻ ചോദിച്ചു. ഷൂടാൻ പോന്നു അവന്റെ കാലയില്. സുഞ്ചു സുഞ്ചു മാമന്റെ 28-58 ചോക്സ് ഞാൻ എടുത്ത് വെച്ചത്. ഇങ്ങോട്ട് വന്നേ, മാമന്റെ സോക്സ് കൊടുക്കാൻ. അത് ഇട്ടിട്ടുണ്ടോ അവൻ? സോക്സ് എടുത്തോളൂ അവന്റെ. നിന്റെ ട്രൗസർ ഞാൻ ഊരിക്കൊണ്ട് പോകും. അത് കാലിടാൻ പറ്റില്ല. ട്രൗസർ ഇട്ടോണ്ട് എങ്ങനെ അല്ലേ ഷൂ ഇടുന്നത്? എന്താ കളിപ്പാട്ടം കൊണ്ട് സൈക്കിളിന്റെ ഇപ്പുറത്ത്. കൊച്ചു കണ്ണല്ല, കൊച്ചു കള്ളൻ. പാന്റ് മാറണ്ട. പിടിച്ചാ നിന്നെ പിടിച്ചോ. കൊട്ടയിലിട്ട് കൊണ്ടുപോവനെ. ഇവനാണോ പേടി? ഇവനെ കൊട്ടയിലിട്ടുണ്ട് പോയാലോ? കോഴിക്കുഞ്ഞ്. കോഴിക്കുഞ്ഞ് മണിയമ്മ, കോഴിക്കുഞ്ഞാണോ? എടാ കോഴിക്കുഞ്ഞ് മണിയമ്മയോട് മേടിച്ചു തരാൻ പറ. ഞാൻ ഡ്രസ് മാറിയിട്ട് റെഡിയാവ്, ഒരുങ്ങ്. ഇതെന്തത്? മേത്തൊക്കെ കൊള്ളുന്ന പോലെ. അതാ എന്റെ അകത്തെ ഇതാ. ഇത്തിരി മാന്യാണെന്ന് ആൾക്കാർ തെറ്റിദ്ധരിച്ചോട്ടെ. പോയില്ലേന്നു ആര്? കോഴി ഇവിടെ, കോഴി ഇവിടെ, കോഴി ഇവിടെ. അല്ല കൊട്ടയിലിരിക്കുന്നേ. പിന്നെ ചോദിക്കുന്ന കോഴി എവിടെ? കോഴി ഇവിടെ, കോഴി ഇവിടെ. ഓ കോഴികളെ എന്നാ. നിന്നെയാടാ, നിന്റെ കൂട്ടുകാരെ നിന്നെ കൂടെ ചേർത്താ വിളിക്കുന്നത്. പോട്ടോ. അയ്യോ ഇത് പാന്റ് ഇടാൻ ഞാൻ കൊറേ നേരം കൊണ്ട് പറയാം. പാന്റ് ഇടാൻ പാന്റ് ഇട്ടിട്ടുണ്ട്, പാന്റ് മാറാൻ പറ. അതല്ല മാറ്. അർത്ഥം ഒരുപാട് അർത്ഥം. ഞാൻ വരണോ? എന്തൊരു പാന്റ് ഇടാനോ അത് ഇടിക്കാനോ? എന്റെ സാധനങ്ങളൊന്നും കാണുന്നില്ല. എവിടെ പറക്കിക്കൊണ്ടിട്ടേ? എനിക്കറിയത്തില്ല, എനിക്ക് പോവാൻ മടിയായിരിക്കുന്നു വീട്ടിലോട്ട്. പോവണ്ട, ഞാൻ പറയാലോ. ഇവിടെ നിക്കാൻ പറഞ്ഞ കേക്കല്ലോ. അവിടെ എനിക്ക് ചെന്നിട്ട് കുറെ കാര്യമുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമോ? ഒന്ന് അച്ചാച്ചിയല്ലേ, അച്ചാച്ചി ഇങ്ങ് കൊണ്ടുവരാം. അച്ചാച്ചി ചെയ്താൽ ശരിയാവാത്ത എൻ്റെ കുറച്ച് കാര്യങ്ങൾ. എനിക്കത് പോകാൻ വേറെ വഴിയുമില്ല, പോകാനൊട്ടും മടിയായിരിക്കുന്നു. ഞാൻ ഇപ്പൊ പോകും, ഇത് കഴിഞ്ഞോട്ട് ഞാൻ പോകും. അണ്ണാണി വെളുപ്പിനെ പോയി, 2 മണിയാകുമ്പോ പോയി. ഞാൻ ഇട്ട് തരാം. ഇട്ടില്ല, അത് ഉടക്കിയിരിക്കുക. ആ കെട്ടിമേളം കൂവാണ്. കണ്ണൊന്നും എഴുതാൻ പറ്റും. ഞാൻ ഇങ്ങനെ പോയിട്ട് വരട്ടെ. കണ്ണൊക്കെ എഴുതിയിട്ട് വൃത്തിക്ക് പോയാൽ മതി. കണ്ണെഴുതിയാൽ വൃത്തിയാവോ? എന്താ ഉദ്ദേശം? എന്താണ് പ്രശ്നം? ഇത് ഈ തലയിൽ അടിച്ചോണ്ട് പോകുന്നു. തലയിൽ എന്താ എന്താ ഇടയ്ക്ക് അടിക്കുന്നത്? എന്താ കള്ളത്തരം കാണിച്ചിരിക്കും? എന്താ എന്താ കള്ളത്തരം? എന്നെ മണിയമ്മയുടെ കപ്പ് പൊട്ടിക്കുന്നേ. മണിയമ്മയുടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ സാധനം എനിക്ക് ഭാവിയിൽ വിൽപ്പത്രത്തിൽ എഴുതി വെച്ചേക്കണമെന്ന്. വല്ലാണ്ടൊക്കെ ഞെക്കുന്നുണ്ടല്ലോ. പിണങ്ങി കിടക്കുന്നുണ്ടോ ഒരാള്? മാമന് നിക്കർ മേടിക്കാൻ പോവാ. കല്യാണത്തിനുള്ള നിക്കർ മേടിച്ചോണ്ട് ഇങ്ങി വരും. എന്നിട്ട് അപ്പോഴത്തേക്ക് നമ്മുടെ അപ്പയുടെ ബാഗിനകത്ത് മോന്റെ ഉടുപ്പൊക്കെ മടക്കി വെക്കാം. മോനും പോണ്ടേ വൈകിട്ട്? ഇല്ലടാ, പോത്തില്ല. അതില്ലെങ്കിൽ ഹെൽമെറ്റ് വെക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാ. വേണ്ട വേണ്ട വേണ്ട, അത് ഞാൻ കളത്തി വെക്കാം. അത് നല്ല ലൂസാ.
ഒന്ന് മുറുക്കി പിടിച്ചേക്കണേ, കുഴപ്പമില്ല. ചുവന്ന ഹെൽമെറ്റ് ആണെങ്കിൽ ഉണ്ടായത്. അതൊക്കെ കൊണ്ടുപോയി. എനിക്കറിയത്തില്ല, കൊണ്ടുപോയി കാണും. കാരണം ഇവിടെ സിറ്റ് ഔട്ട് ഇരുന്ന സാധനമാണ്. അപ്പൊ കൊണ്ടുപോയി. സിറ്റ് ഔട്ട് എന്തുണ്ടായിരുന്നു? നിക്ക് അത് ഞാൻ അവിടെ പൊക്കണം. അതങ്ങനാണോ മോളെ മുറുക്കുന്നത്? ഇത്രയും മുറുക്കണ്ട, ചത്തുപോവും. ഹെൽമെറ്റ് വെച്ച് യുവതി അന്തരിച്ചു. അങ്ങനൊന്നും പറയല്ലേ. ഉറക്കവും വരുന്നുണ്ട് പാവത്തിന്. മോനെയും കൊണ്ടേ പോത്തുള്ളൂ കേട്ടോ. അയ്യോ എനിക്ക് വയ്യ, എനിക്ക് കാണാൻ. സ്പൈഡർമാനെ കൊണ്ടുവരുമല്ലോ. അപ്പ സാരമില്ല, നമുക്ക് മൺവീട് ഉണ്ടാക്കാം. ഇത് ഉറക്കം വന്നെന്റെ മാമനെ കൊണ്ട് കളഞ്ഞിട്ട് വരും. എന്നിട്ട് രണ്ടുപേരോട് കെട്ടിപ്പിടിച്ച് ഉറങ്ങിക്കോ. ഓട്ടോ കയറ്റി വിട്ടിട്ട് വരാം. അപ്പൊ ആറിനൂടെ കടന്നേ കിൻഡർ ജോയ് വാങ്ങിച്ചോണ്ട് പറഞ്ഞ കുഞ്ഞിനെ. ആ ഉവ്വ കേറിക്ക വണ്ടിയില്. ഷോള് പിടിച്ചോണേ, ടോപ്പും. ശരി, ബായ്. ഇവിടെ എവിടെ മഞ്ചേരിയിൽ എവിടെയോ കുറച്ച് കടകളുണ്ടെന്ന് പറഞ്ഞു. കസവ് കടയോ അങ്ങനെ എന്തോ. അവിടെ പോയിട്ട് വരാം. സെറ്റപ്പ് കൊള്ളാലോ. നമ്മൾ തുണി എടുത്തോണ്ട് നമുക്ക് ഇവിടുന്ന് ചായ തരുന്നുണ്ട് കേട്ടോ. തുണി എടുത്തു കഴിഞ്ഞ് ക്ഷീണിച്ചെന്ന് അവർക്ക് മനസ്സിലായി. ഒരു ചായയൊക്കെ തന്നു കണ്ടോ. അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിംഗ് കഴിഞ്ഞു. എങ്ങനെ നോക്കിയിട്ട് ഞങ്ങൾക്ക് മാച്ചായിട്ട് കിട്ടുന്നില്ല. എൻ്റെ എൻഗേജ്മെൻറ്റ് ഡ്രസ്സിൻ്റെ വില ഗസ് ചെയ്യുമോ ആരെങ്കിലും? കറക്റ്റ് പറയുന്നവർക്കൊരു സമ്മാനമുണ്ട്. കഴിഞ്ഞ ദിവസം വേറൊരു സമ്മാനം ഞാൻ വെച്ചിട്ടുണ്ട്. അത് കണ്ണൂരുള്ള കൊച്ചിന്. അതിന് ഞാനത് കൊടുത്തോളാം. അതെന്തായിരുന്നു ചോദ്യം? വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്താണ് എനിക്ക് കിട്ടിയെന്നുള്ളത്. നമ്മുടെ കുട്ടീൻ്റെ കാര്യം. പുറകെ നർത്തകയാണല്ലോ. അപ്പോൾ എൻ്റെ ഈ ഡ്രസ്സിൻ്റെ വില എത്ര ആയിരിക്കും എന്ന് ഊഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു സമ്മാനം ഉണ്ടാവും, ഉറപ്പ്. കുഞ്ഞാവേൻ്റെ പിന്നെ ഗസ് ചെയ്യണ്ട, എൻ്റെത് മാത്രം ഗസ് ചെയ്താൽ മതി. അതായത് ഒരു എൻഗേജ്മെൻ്റ് അല്ലെ കല്യാണ നിശ്ചയത്തിൻ്റെ മോതിരം മാറ്റം എല്ലാം കൂടെ ഒരുമിച്ചാണ്. അപ്പം അതിൻ്റെ ഡ്രസ്സിൻ്റെ വില കുറച്ചേറെ ഉണ്ടെന്ന് കരുതിക്കോ. വില നിങ്ങൾ ഗസ് ചെയ്യണേ. ഉറപ്പ് സമ്മാനം ഞാൻ തന്നിരിക്കും. ഇത്തവണ സമ്മാനം എന്താണെന്നറിയാമോ? ഒരു സിനിമ അല്ല, ഒരു 4 പേർക്കുള്ള സിനിമ ടിക്കറ്റ് നിങ്ങളുടെ ഫാമിലിക്കുള്ള. അതാണ് നമ്മുടെ ഗീവ് അവേ കേട്ടോ. എൻ്റെ കല്യാണ ഡ്രസ്സിൻ്റെ അല്ല, എൻ്റെ നിശ്ചയത്തിൻ്റെ ഡ്രസ്സിൻ്റെ വില പറയുന്നവർക്ക് ഞാൻ 4 ടിക്കറ്റ് സിനിമയ്ക്കുള്ളത് അയച്ചു തരുന്നതായിരിക്കുമെന്ന് ഞാൻ ഇതിനാൽ അറിയിക്കുന്നു. നിങ്ങളുടെ നാട്ടിൽ തന്നെ നിങ്ങളുടെ അവിടുത്തെ തിയേറ്ററിൽ ഞാൻ ഓൺലൈനിൽ എടുത്ത് തരുന്നതായിരിക്കും. അപ്പോൾ പറയണേ. ശരിക്കും എത്ര ആയിരുന്നടാ? അപ്പേ വിളിക്കുന്നു. ഓ അങ്ങോട്ട് തപ്പിക്കേമാരേട്ടാ. എല്ലാരും അടുക്കള പണിയാ. ദൈവമേ, ഒരുത്തനെ വയനാട്ടിൽ നിന്ന് വിളിച്ചു വരുത്തി ചപ്പാത്തി ഉണ്ടാക്കിക്കുന്നു. വയനാട്ടിൽ നിന്ന് വിളിച്ചു വരുത്തി ചപ്പാത്തി ഉണ്ടാക്കാൻ. ഇതാണ്ട് കിടക്കാച്ചി എണീറ്റ്. ഞാൻ ഉള്ളി അരിയാൻ പോയപ്പോ കേട്ടോ ഇത് കൊടുത്താണ്. ശരി എന്നാ കുഞ്ഞിനെടുത്ത് നോക്കാം. അമ്മയുടെ ബിംബി ബാ എടുക്കാം. എന്റെ പുൽച്ചാടിയാണ്. എന്റെ പുൽച്ചാടി ഉറക്കോ. എന്റെ പൊന്നടി പൂമുഖവാതുക്കൾ. അല്ല, ഞാൻ ഇതിലൊക്കെ കുക്കറി ഷോയിലൊക്കെ കണ്ടിട്ടുണ്ട്. മറ്റേ എന്തോന്നാണ് ഈ മുട്ട ഇങ്ങനെ വെള്ള കളറില് അടിച്ച് പതിപ്പിച്ച് വെക്കുന്നത്. പാത്രത്തിൽ നിന്ന് പോവോ? ചപ്പാത്തിയാണോ ഇത്ര നേരം ഉണ്ടാക്കി? വേണ്ട, ഒരെണ്ണമായിരുന്നു ഞാൻ ഉള്ളി പാത്രത്തിനകത്തിരിക്കുന്നു. ഞാനിപ്പോ ഇത് വേഗം ഒന്നും വേണ്ടേ. ഉള്ളിയും കുട്ടി കഴിച്ചോളൂ. കുട്ടിയുടെ കഷ്ടപ്പാട് കണ്ടാ. മണിയമ്മേട്ടാ വീഡിയോ എടുത്ത്. കൈമാറി. പക്ഷെ അവളുടെ മുഖം കാണുന്നില്ല. എവിടെ സ്പൂൺ എവിടെ മണിയമ്മേ? എനിക്ക് മൊത്തത്തിൽ അങ്ങ് കൺഫ്യൂഷനാണ്. ഓക്കെ,
പിന്നെ പതയെല്ലാം കൂടെ വീണേ. ഇച്ചിരി വലിയ പാത്രം എന്നിട്ട് നല്ലതായിട്ട് കിട്ടിയിരുന്നു. ഞാൻ ഉദ്ദേശിച്ചതൊക്കെ ഇതല്ല കേട്ടോ. ഇതെല്ലാം എനിക്ക് മനസ്സിലായി. ഇതെല്ലാം കട്ടിയായിട്ട് കിട്ടുന്നതല്ലേ? പറഞ്ഞു അതിൽ വലിയ പാത്രം ചോദിക്കണമായിരുന്നു. ഇതിലും വലുതോ? അതെ, അലക്കിയതുകൊണ്ട് മറ്റേ വാഷിംഗ് മെഷീനിൽ പോകുന്ന പോലെയുണ്ട്. അടിച്ചില്ലല്ലോ. 1-ാം തീയതി അല്ലേ? നാളെയാണോ ഒന്ന്? മറ്റന്നാളെ മോളെ. ഇന്നെന്താ കറക്കുന്നപ്പോ ഇത് തിരിച്ചിടാണ്ട് കൊടുക്കല്ലേ? മണിയമ്മേ പറ്റിച്ചോ മണിയമ്മേന്ന്? ഇത് ഇളകി വരൂല? ചോദിച്ചല്ലേ ഇളകും. ഞാൻ ഇളക്കും. എന്റെ നിഷ്കളങ്ക മനസ്സായിട്ട് ഇളകി വരും. അങ്ങോട്ട് ഇളക്ക് കുമാരേട്ടാ. ഒരുപാട് ഒരുപാട് ബന്ധമുണ്ട്. ബന്ധം. ചെന്തെങ്കിന്റെ കുലയാണെ ആടുമെന്ന് പറഞ്ഞില്ലേ? മണി പറഞ്ഞ എന്റെ കയ്യെല്ലാം വേറെ തണുത്തിട്ട് തിരിച്ചിടാം അല്ലേ? തിരിക്കണ്ട, എടുത്തിടാം. ഈ ഷേപ്പിലുള്ള പാത്രം ഉണ്ടോ മണിയമ്മേ? സൈഡ് ശകലം പോയെ. ഇവിടെ വരെയൊക്കെ മഞ്ഞ കഴിക്കുന്നവരാണ് ഇതിന്റെ മേലെ ഇങ്ങനെ മഞ്ഞ വെക്കാൻ കേട്ടോ. പിന്നെ പുൾസേമായിട്ട് വലിയ വ്യത്യാസം തോന്നില്ല. നമുക്ക് മറ്റേ പാത്രത്തിൽ ചേച്ചി പാത്രമാണ് ഇളക്കിയ, ചേച്ചിയാണ് ഇളകിയേ. ഇങ്ങോട്ട് ചേച്ചി ഇങ്ങോട്ട് സുഹറ മണിയും എന്ത് തയ്ക്കില്ല, കൈവച്ച് തരുന്നതാണ്. എന്തൊക്കെയോ എവിടെ നോക്കിയോ. നിങ്ങൾ ആരും ഒന്നും കണ്ടില്ലല്ലോ. കഷ്ടം. മണിയമ്മയുടെ പാചകപ്പുരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കിപ്പോ ഷേപ്പാക്കുമല്ലോ. വട്ടത്തിൽ കിട്ടിയാ പോരെ? അതെ, നിങ്ങൾ ഈ കുക്കിംഗ് ഷോയിലൊക്കെ കാണുന്ന അന്നേരം തന്നെ റെഡിയാക്കുമെന്നാണോ നിങ്ങളുടെ വിചാരം? നടുക്കൊരോട്ടയുണ്ട്, അതിപ്പോ ഉള്ളി വെച്ചിട്ട് 2 ഉള്ളി അരിഞ്ഞാൽ നടുക്കോട്ട് പോയി. ഞാൻ ഈ പീസ് എടുത്ത് കൊടുക്കും. വാവ്, എന്ത് ഭംഗി! അതങ്ങോട്ട് നോക്കൂ, അതിലും ഭംഗി. അതെന്തു ചെയ്യാനാ? ഇത് ഇളകി വരണ്ടേ? പാത്രം എടുത്ത് കുത്തിയതാ, ഞാൻ ഇളക്കി തരാം. മുട്ട പൊരിച്ചതല്ലേ? നിങ്ങൾ വിചാരിക്കും 4 മണിക്ക് സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് കൊടുക്കാനല്ല. എന്റെ വീട് പണങ്ങിയിരിക്കുവാണോ? ഞാൻ ചേട്ടന്റെ അവസ്ഥ എടുത്തിട്ട് ലൈറ്റ് ഇടുമ്പോ ശരിയാവും. ചപ്പാത്തി നല്ല ബിസ്ക്കറ്റ് ഒക്കെ പൊടിച്ചോണ്ടിരില്ലേ? ചേച്ചി കുറച്ച് പൊടിച്ച ബിസ്ക്കറ്റ് വേണം. എന്തെങ്കിലും മേടിക്കാൻ വന്നിട്ട് എന്നോട് പറഞ്ഞത് മണിയമ്മ അവിടെ ചാറുകറി വെച്ചിട്ടുണ്ടായിരിക്കും, വെറുതെ പുറത്തുനിന്ന് മേടിക്കണ്ടെന്ന്. ഇപ്പൊ എന്തായി? അതല്ല, ഏറ്റവും അറ്റത്ത് ഇപ്പുറത്ത്. ചപ്പാത്തിയിൽ മുട്ട എന്തോ പരത്തി തരാം. അത് കഴിഞ്ഞിട്ടാ ഞാൻ പറഞ്ഞത്. ഒരു കാര്യം ചെയ്യ്, ചപ്പാത്തി നിവർത്തിട്ട് ഈ മുട്ട കുറച്ചായാലും വരും, എന്നിട്ട് ചുരുട്ടിട്ട് കടിച്ച് തിന്നെ. രണ്ടും ഒന്നാ. തക്കാളി വേണോ? ഞാൻ പറയാം. തൃപ്തിയായി. മുട്ട എടുത്ത് ചെറുക്കനെ പറ്റിച്ചെല്ലാം കൂടെ. അവൻ എന്നോട് പറഞ്ഞ മണിയമ്മ ഇവിടെ ചാറുകറി വെച്ചത്. താഴെ നിന്ന് സുഞ്ചു. അയ്യോ അത് ഗ്ലാസാ. എന്റെ കാല് അറിയത്തില്ല. ഓ, നമ്മളെടുത്ത് തുണി അതാണോ അവര്? ഇതായിരുന്നു കുറച്ച് തൂവാലയും നമ്മളെ തന്നെ വെട്ടി വെച്ച് കുറച്ച് തൂവാലും നമ്മളെ പറ്റിച്ചു. തൂവാലയും ഗ്ലാസും. മണിയമ്മക്ക് ചായ ഗ്ലാസ് ഇല്ലെന്നോ? മാറി, ഞാൻ പോയി കുളിക്കട്ടെ. എന്തൊക്കെയാ മേടിച്ചോണ്ട് വന്നേ? ഞാൻ പോയി കുളിക്കട്ടെ. നമുക്ക് കഴിച്ചു കാണാം, ആരെയും കാണിക്കൂല. അപ്പൊ എല്ലാരോടും ചോദിച്ച പോലെ എന്റെ എൻഗേജ്മെന്റിന്റെ ഡ്രസ്സിന്റെ വില ഗസ് ചെയ്യുന്നവർക്ക് 4 സിനിമ ടിക്കറ്റ് തരുന്നതായിരിക്കും. അമ്മു നീ മെസ്സേജ് ഇടില്ല, നിങ്ങൾ കണ്ടുവിടരുത്. ഞാനിടും. മണിയമ്മ ഗ്ലാസ് എടുത്തോണ്ട് 4 സിനിമ ടിക്കറ്റ്. ഓക്കെ, 1 2 3 4. മാമനെല്ലാം അടുക്കി പെറുക്കി കൊണ്ടുപോകാൻ വേണ്ടിട്ട് പെറുക്കിക്കൊണ്ടിരിക്കുക. പൊന്നെ എന്തൊക്കെയാ അപ്പം മേടിച്ചെന്നൊന്ന് പറഞ്ഞേ. എല്ലാവർക്കും ചാകതം പറ. അതെന്തോ അത്? ഗ്ലൗസ് അവർക്കാർക്കും അറിയത്തില്ലല്ലേ? അതെ, ഇവർക്കാർക്കും അറിയത്തില്ലല്ലേ കളെ ഇട്ടിട്ട് ഊരാൻ. നമ്മള് പുത്തൻ ജാക്കറ്റ് മേടിച്ചില്ലേ, കോട്ട് തൊപ്പിയുള്ള സൂപ്പർ ജാക്കറ്റ്. ഞങ്ങൾ 2-ാം തീയതി ട്രിപ്പ് പോവാ, ഞാനും കിടു അണ്ണാണിയും കൂടെ. ഞങ്ങൾ ട്രിപ്പ് മോഡാണ്.
അപ്പൊ ഞങ്ങള് എവിടെ പോവാന്നറിയാവോ? എവിടെ പോവാ? ഞങ്ങൾ എവിടെ പോകണമെന്ന് വെച്ചാല് അവിടെ അടുത്ത് കല്യാണം വിളിക്കണം. അതായത് മണിയമ്മയുടെ അനിയത്തിയെ കല്യാണം വിളിക്കണം. പിന്നെ വേറെ 1-2 പേരെ വിളിക്കണം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് എന്തോ ഫെസ്റ്റാ? കോന്നി ഫെസ്റ്റ്. അവിടെ ഇല്ലടാ, ഇവിടെ തന്നെ ഫെസ്റ്റ് നടക്കുന്നുണ്ട്. മറ്റേ ജയന്റ് വീലും കോളിഫ്ലവർ ബജിയും അതും ഇതും പൂക്കളും എല്ലാം കാണാനുണ്ട്. ഞങ്ങൾ അതും കൂടെ കണ്ടിട്ട് വന്ന് രാത്രിയാണ് ഞങ്ങളുടെ ബസ്. ഞാനും കിടു സീതത്തോടിന് പോവും. ഞങ്ങളെ ബസ് കയറ്റി വിട്ടിട്ട് കുഞ്ഞാവ വയനാടിന് പോവും. അമ്മൂ മണിയമ്മ ഇവിടെ ഇരിക്കും. അപ്പൊ ഞങ്ങൾ മുടിയൊക്കെ കെട്ടി വെച്ചിട്ട് ഞങ്ങൾ പോട്ടെ. അപ്പൊ ടാറ്റാ പറഞ്ഞു കൊടുത്തേ. ഹായ്, സോക്സ് വിട്ടത് വിട്ടിരിക്കുന്നു. നോക്കിയേ, ടാറ്റ പറ. ടാറ്റ എന്ന് പറ. അപ്പൊ ടാറ്റ. മോനെ എവിടെ പോവാ? നമ്മളെവിടെ പോവാ? ഞങ്ങൾ കോന്നി ഫെസ്റ്റിന് മലപ്പുറത്ത് പോവാ. ഉള്ള കൊതുകെല്ലാം എന്നെ കടിച്ചു. കല്യാണം വിളിക്കാൻ പോവാ. അത് കഴിഞ്ഞിട്ട് ഫെസ്റ്റിന് പോകണം. ഞങ്ങൾ ഇറങ്ങി പോട്ടെ. ടാറ്റ. ഞങ്ങളെല്ലാവരും ഉണ്ട്. ഞങ്ങൾ ഒരുമിച്ചല്ല പോകുന്നത്. നിങ്ങൾ ഓർക്കും നമ്മൾ ട്രിപ്പിൾ വെച്ചിട്ടാ പോകുന്നതെന്ന്. അല്ല, ഞങ്ങൾ പോയിട്ട് വരാം. ആ, അതൊന്ന് വാട്സാപ്പിൽ ഇട്ടേക്കണേ, വാങ്ങിക്കേണ്ടതേ. മണിയുടെ പാചകപ്പുരയാ? അല്ല, ഇത് വേറെ. നല്ല രസമുണ്ട് കേട്ടോ. ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ തിരിഞ്ഞേ. മറ്റേ ഇത് എടാ പുറകോട്ട് പോവില്ല. ഏത് ആ വേണ്ട, പുറകോട്ട് പോകുന്ന ചേച്ചി. നേരെ പോകുമ്പോ എനിക്ക് മിക്സ് മിട്ടേതാ. എന്നോട് പറ. എൻ്റെ ലൈറ്റ് ഓഫായി പോയി. ബാറ്ററി മോളെ, ബാറ്ററി പവർ ഇസ് 15%. 15. ലൈറ്റ് അതുകൊണ്ട് ഓഫായി പോയേ. അമ്മേ ചാർജർ ഇറങ്ങി വന്നേ അമ്മേ ചേച്ചിയുടെ. അല്ല, ഇത് വണ്ടിയിൽ ഉണ്ട്. മറ്റേ ഇത് വെച്ച് കവർ ഊരിയിട്ട് വെച്ചാൽ മതി. എടുക്കും, ഞാൻ കവർ എടുത്തോണ്ട് വരാം. ചാർജർ എടുത്തോണ്ട് വരാം. നിങ്ങൾ എന്താ പോട്ടു? ഞാൻ മേളിൽ എന്തായാലും പോവില്ല, അന്നേരം എടുത്തോണ്ട് വരാം. കുഞ്ഞാക്ക് അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. കല്യാണം വിളിച്ചിട്ട് ലൈറ്റ് കണ്ട എൻ്റെ അടുത്ത് വന്നു, കരഞ്ഞു. കുഞ്ഞാവയോട് കുഴപ്പമില്ല. ടാറ്റാ. കുഞ്ഞാവ് എങ്ങനെയും കൊച്ചിനെ കയ്യിലെടുക്കും. എല്ലാ പിള്ളേരെ അതെ. വിഷയം മാറ്റുന്നുണ്ട് ഇവൻ. ഭയങ്കര സാധനം. മാമനെ ഇവിടെ വെച്ചിട്ട് പോവാ. മാമനെ കൊടുത്തിട്ട് പോവാ അവിടെ. അതെ, അതാ പിന്നെ സന്തോഷം. ഞാൻ നെഞ്ചത്തെ രോമം പോക്കാണേ. നോക്കി എന്നെ എന്തിനാ ഇങ്ങനെ നോക്കുന്നേ? താടി നോക്കിയപ്പോ താടിയുണ്ട്, നെഞ്ചത്ത് രോമമുണ്ട്, മീശയുണ്ട്, തലമുടിയുണ്ട്. വലിച്ചു പറിച്ചോ? കയ്യേലും ഉണ്ടെന്ന്. കൊച്ചിന് സന്തോഷമായി. എന്താക്കളെ, അപ്പയ്ക്ക് ഗിഫ്റ്റാ? അപ്പയ്ക്കൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. എന്താ? കണ്ണ് തുറക്കാവോ? എന്താ ഇത്? ഹായ്, ഗ്ലൗസ്. ഇതെവിടുന്നാ? എൻ്റെ മോൻ കടയിൽ നിന്ന് ഇപ്പം മേടിച്ചിട്ട് വന്നാ. അവൻ അവൻ്റേതായ ഒരു ലോകത്ത് ഒറ്റയ്ക്ക് കളിക്കുന്നു. ഒരു കയ്യിൽ നിന്ന് മറ്റേ കയ്യിലോട്ട് സോക്സ് കൊടുത്തിട്ട് അവൻ തന്നെ പറയുന്നേടാ വിടടാ. ഇപ്പുറത്തു നിന്ന് അവൻ പറയുന്നു നീ എടുത്തു. മറ്റേ കൈ പറഞ്ഞു വിടടാ എന്നെ. മുഖത്തിരിക്കുന്ന എന്താന്ന് ഈ അരവണ പായസം ഇട്ടേ. അപ്പയ്ക്ക് വേണ്ട, പൊന്നെടുത്തു. അപ്പ ഇടണോ ഇത്? മോനിട്ടോ? ഇന്ന് ഇട്ടോ. അപ്പയ്ക്കിട്ടോ. അപ്പാ മാമന് കഴിക്കാൻ കൊടുക്കട്ടെ. പോകുന്നതിന് മുന്നേ വല്ലതും കഴിക്കാൻ. ഓ, ഗ്ലൗസ് ഇട്ടോണ്ട് വേണം പാചകം ചെയ്യണ്ടേ അടുക്കളയില്? ഇല്ല, കൈ പൊള്ളു അപ്പൻ്റെ. ആണോ? ഇഷ്ടമുണ്ടോ ഇല്ലയോന്ന് പറ. ആണോ? സാരമില്ല, പൊന്നിട്ടോടാ. എങ്ങനാ? ഏതാ തള്ളവിരല്? കുഞ്ഞുവിരൽ ഏതാ? എല്ലാം അറിയാം എൻ്റെ കുഞ്ഞിന്. വേണ്ടടാ. എടാ, എനിക്ക് നിന്റെ പ്രായം അല്ലടാ. ഇതേ മണിയമ്മയ്ക്ക് ഗ്ലൗസ് ഇല്ല, നിട്ട് കൊടുച്ചല്ല. അപ്പം ആ മണിയമ്മ അവിടെ ഗ്ലൗസ് ഇല്ലാണ്ട് കിടക്കുന്നു. ഇന്ന് ഞാൻ വേറൊരു ഫുഡാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് കുറച്ചും കൂടെ ചെറിയ പീസാക്കിയിട്ട് ഒന്ന് വേറെ മസാല കേട്ടോ. മസാല വളരെ മൈന്യൂട്ടായിട്ട് ഇടും, ജിമ്മിലൊക്കെ പോകുന്നത് കൊണ്ട്
ഇത് പച്ചക്കറിയുടെയും ചിക്കൻ്റെയും വെള്ളത്തിൽ തന്നെ കേട്ടോ ഇത് വേകുന്നത്. ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് മാത്രമേ എടുക്കുകയുള്ളൂ, കൊഴുപ്പ് കുറവാവില്ല. ബ്രോക്കോളി ഇന്നും കിട്ടിയില്ല. ഞങ്ങളിത് കഴിഞ്ഞിട്ട് പോവുക. കുഞ്ഞാ വയനാട്ടിൽ പോന്നു, ഞങ്ങളെ ബസ് കയറ്റി വിട്ടിട്ട് പോകും. എല്ലാവരും സ്വർഗം കിട്ടിയ പോലെ ഗ്ലൗസും ഒരു സോക്സും കിട്ടിയത്. ആരും കാണാത്ത സംഭവമാണോ? ഇത് ആരും കാണത്തില്ല. ഇത് ആണോ? തരൂ. ഇത് കളിപ്പാട്ടത്തിന്റെ എന്തോ ആണ്. ആണോ? മോൻ കളിച്ചോ? അപ്പേ ഓ ആരും കാണാത്തുള്ള സംഭവം അപ്പേ. അപ്പം മേടിച്ചോണ്ട് വന്നതാ. അപ്പ ഇത് കണ്ണമൂച്ച. അതിന് ചോറ് കൊടുക്കണം. എൻ്റെ കസേര എങ്ങനെയുണ്ട് ഗൈസ്? കാണിച്ചു. ഇന്നലെ ഞാൻ കുഞ്ഞാനെ വീഡിയോ എടുക്കാൻ ഏൽപ്പിച്ചില്ലേ? എൻ്റെ മുഖത്ത് അവൻ ക്യാമറ വെച്ചു. ഇവിടെ നീ നിന്ന് പറയുന്നു, അണ്ണാണി നിന്ന്. ഞാനന്നല്ല പറഞ്ഞേടാ എൻ്റെ വീഡിയോ എടുത്തരാൻ. നീ നിന്ന് പറയുന്നു, കിടുവെന്ന് കാണിക്കുന്നു, അത് കാണിക്കുന്നു. ആ വീഡിയോയില് തേങ്ങയാണ്. ആ ഒരു വീഡിയോ മൊത്തം ഞാൻ തന്നെ. പക്ഷെ പറയുന്നത് ഞാൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. അതിനകത്ത് എല്ലാരും ഉണ്ടല്ലോ. ആ ഉണ്ട്, എല്ലാവരുടെയും ഒച്ചയുണ്ട്, കാണാൻ ഞാൻ മാത്രമുണ്ട്. ഒരു 10 മിനിറ്റോളം ഞാൻ മാത്രം ഇങ്ങനെ ഇരിപ്പുണ്ട്. തെക്ക് വടക്ക് ചപ്പാത്തി ഇല്ലേ? പൊറോട്ട പൊറോട്ട കഴിഞ്ഞ ദിവസം മേടിച്ചതാ. കുഞ്ഞ് കഴിക്കുമല്ലേ മാവാ? അടിയാവട്ടെ. കുഞ്ഞാ കഴിച്ച പാത്രം കാണിക്കൂ. അത്രയ്ക്ക് ടേസ്റ്റി ഫുഡാണ്. കാണിക്കൂ. ഞാൻ പറയുമ്പോ അവൻ കാണിക്കൂല. എടാ അപ്പ ഇരുന്നോട്ട് ഇത്ര നേരം കസേര ഇവിടെ കിടന്നപ്പോ അവന് ഇരിക്കണ്ടായിരുന്നു. നിനക്ക് കസേര വേണ്ടായിരുന്നല്ലോ. നിന്റെ പറാത്ത അപ്പൊ ഞാൻ അവിടെ പോയിരിക്കും മാമന്റെ അടുത്ത്. പിന്നെ എന്നെ രക്ഷിക്കാൻ പറ്റില്ലേ? മാമന്റെ അടുത്ത് പോയിരിക്കും. അല്ലെങ്കിലും മാമന് മാത്രമേ എന്നോട് ഇഷ്ടമുള്ളൂ. കിടുവിന് ഒട്ടും ഇഷ്ടമില്ല. അപ്പനെ കഴിഞ്ഞ വെച്ച് പറഞ്ഞ് എന്നോട് മിണ്ടത്തില്ല പൊക്കോളെ. ഞാൻ എത്ര കടയിൽ പോയിട്ടാ ഗ്ലൗസും സോക്സും ഒക്കെ മേടിച്ചു കൊടുക്കും. ദേഷ്യപ്പെട്ടാണോ പറയുന്നേ? സ്നേഹത്തോടെ പറ. ഉമ്മ തന്നിട്ട് പറയണം, എങ്കിലും എനിക്ക് വിശ്വസിക്കാൻ പറ്റും. സാരമില്ല. ആണോ? അപ്പന് ഇഷ്ടമാണോ? ഇനി പൊന്നുമോൻ ഞാൻ കൊക്കയിലാണോ? മറ്റേ കസേര എടുത്തിട്ടാലോ? അപ്പൊ ഒരേ വീട്ടിൽ വരും. എനിക്ക് ഇഷ്ടമല്ലാത്തോണ്ട് ഞാൻ ഈ കസേര എണ്ണിക്കുവാ. മണിയമ്മ 5 മിനിറ്റ് മണിയമ്മ ഇരിക്കണ്ട. ഹലോ, താങ്കൾ എനിക്ക് ഇത്തിരി സ്ഥലം തരുമോ? താങ്ക് യു. അയ്യോ കുഞ്ഞാ, ഇതിലിടാനാ ഞാൻ മുട്ട പുഴുങ്ങിച്ചേ. സാരല്ല, മുട്ടയുടെ വെള്ളയായിട്ട് ഇനി തിന്നാ മതി രാത്രി. ഞാൻ ഉദ്ദേശിച്ചാൽ ഞാൻ വെച്ചാൽ എന്തോ ഒരു മിസ്സിംഗ് ഉണ്ടല്ലോ ഈ ഐറ്റത്തിന്. സരളയോ? ആ, ഇന്ന് കണ്ട ചേച്ചിന്റെ പേര് സരള എന്നായിരുന്നു. ആ മരണക്കണ്ടറ വഴി അല്ല, സരളയാ. ലളിത. സാരളയാന്നുടനെ കുടിക്കാൻ അപ്പൊ വീഡിയോ എടുത്തോട്ടെ? മിണ്ടാണ്ടിരിക്കുവോ? ആ, നിന്റെ മുട്ട കിട്ടിയേ. ആ, അപ്പോൾ നമ്മുടെ അക്ക വീണ്ടും വന്നു. കുറേ നെഗറ്റീവ് കമൻറ്റുകളൊക്കെ നമ്മുടെ ചാനലിൽ വന്നില്ല. 2 ദിവസം മിണ്ടാണ്ടിരുന്ന് പൂർവാധിക ശക്തിയോടുകൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ ചെന്നാൽ നമ്മുടെ ചെവിക്കല്ലടിച്ച് പൊട്ടിക്കും, അങ്ങനെ ഇങ്ങനെ എന്താണ് അതേ ടോണിൽ തന്നെ. പിന്നെ അതിൽ പറയുന്നുണ്ട് വ്യക്തമായിട്ട്, എനിക്ക് അവരുടെ വീട്ടുകാരെ ഒന്നും അറിയത്തില്ലെന്നുള്ളത് ശരിയാണ്. പിന്നെ പക്ഷേ ഈ 30 മിനിറ്റ് ഈ 30 മിനിറ്റ് കാണിക്കുന്നത് തന്നെയാണോ വീഡിയോ? ആ 30 മിനിറ്റിലുള്ളതൊക്കെ ശരിയാവണമെന്നുണ്ടോ? നേരത്തെ പറഞ്ഞത് എൻ്റെ വീട്ടിലുള്ളവരെ എല്ലാം അറിയാം, നാട്ടിലുള്ളവരെ അറിയാം, എല്ലാം എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ അക്കടെ വിചാരം എന്താ, ഞാൻ വീട്ടിൽ വന്നില്ല എന്നുള്ളത് ശരിയാണ്. ഞാൻ വരേണ്ടത്, അതായത് കുറച്ച് പിന്നെ എന്താ പറയുന്നത്, നമ്മൾ അനുസരിക്കേണ്ട ചില വ്യക്തികൾ പറഞ്ഞു ഞാൻ തനിച്ച് പോകേണ്ട കാര്യമില്ല, അവരും കൂടെ വരാം. ഇനിയിപ്പോൾ അത് നിയമപാലകരോ ആരെങ്കിലും ആയിക്കോട്ടെ, അങ്ങനെ പോയാൽ മതി എന്ന് പറഞ്ഞു. ശരി, നമുക്ക് പോയിട്ട് ഈ കച്ചറ അടിക്കും, മറ്റേ പിടിച്ച് വലിച്ച് മുറ്റത്തിട്ട് 2 എണ്ണം തരണം, അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കത്തില്ല. ഞങ്ങളങ്ങനെ ചിന്തിക്കത്ത് പോലുമില്ല. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഒരു സ്ത്രീയോട്. പിന്നെ വെല്ലുവിളിച്ചായിരുന്നല്ലോ എവിടെയാണ് താമസിക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ലെന്ന്. നിങ്ങൾ ഏഴംകുളം ഏനാത്ത് അടൂർ റൂട്ടിൽ നിങ്ങളുടെ ഫ്ലാറ്റിൻ്റെ പേര് പറയണോ?
അത് ഞാൻ അത്ര ഞാൻ പറയുന്നില്ല. ഫ്ലാറ്റില് നിങ്ങളും നിങ്ങളുടെ മകളും ഒരു ഒറ്റമുറി വീട്ടിൽ താമസിക്കുന്നുണ്ട്, റൂമിൽ താമസിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നാട്ടിലെ ചില പ്രശസ്തമായ ആളുകളിൽ നിന്ന് നമ്മൾ അറിഞ്ഞത്, നിങ്ങൾ എല്ലാവരുടെ പറയുന്നുണ്ട് സദാശിവം കൊച്ചാട്ടൻ പട്ടാളത്തിലാണെന്ന്. പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന റേഷൻ കാർഡ് BPL ആണെന്ന്. നമുക്ക് അങ്ങനെ പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു പട്ടാളക്കാരന്റെ ഭാര്യയ്ക്ക് എങ്ങനെയായി BPL കാർഡ് കിട്ടിയത്? അത് അന്വേഷിക്കണ്ടേ നമുക്ക്? കൊച്ചാട്ടൻ പട്ടാളത്തിലാണെങ്കിൽ പിന്നെ ഇത് അങ്ങനെ കൊടുക്കുമോ? ഇല്ല. അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? ഞാൻ ഇല്ലല്ലോ. കേന്ദ്ര സർക്കാർ പട്ടാളത്തിലല്ലേ? പെൻഷൻ പിന്നെ അയൽപക്കക്കാരുമായിട്ടൊക്കെ എപ്പോഴും അടി ചീത്തവിളി നമ്മുടെ കമന്റിൽ കാണുന്നത് തന്നെയാണ്. അയൽപക്കക്കാരുമായിട്ട് നാവന് കൊടുത്തല്ല, അവിടെ വെച്ചതാ. ഇപ്പൊ അവന് തിന്നേ പറ്റുള്ളൂ കുഞ്ഞാവയ്ക്ക്. എനിക്കറിയാം ഇത്ര വയറ് പൊട്ടിയിരുന്നോനാ. അണിയമ്മേ ഒരു ചൂരവടി എടുത്തോണ്ട് ആദ്യം കുഞ്ഞാക്കിട്ട് 2 കൊടുത്തേ. ഒരു ചൂരവടി എടുത്തോണ്ട് ആദ്യം കുഞ്ഞാവയ്ക്കിട്ട് 2 കൊടുക്കാൻ. ആ മണിയമ്മ വടി എടുക്കുക. മുട്ട തന്നു. സീറ്റയിലെങ്ങാനും കേറിയാ ഇന്നലെ തന്നെ ബാക്കിയാ തരുന്നേ. 8-ാം തീയതി വരെ അമ്മൂന് പരീക്ഷയുണ്ട്. അത് കഴിയാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ സത്യം പറഞ്ഞാണ്ടല്ലോ 10,001 രൂപയും ഒരു 5 സിനിമാ ടിക്കറ്റും യൂട്യൂബ് വഴി ഓഫർ ചെയ്യാണ്ടിരുന്നതാ അക്കനെ കണ്ടുപിടിച്ച് തരുന്നവർക്ക്. പക്ഷെ അപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് പേര് പുള്ളിക്കാരിയുടെ സ്ഥലം അവിടെ തന്നെ ഉള്ള ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. അമ്മൂന് 8-ാം തീയതി വരെ പരീക്ഷയുണ്ട്. അതൊന്ന് കഴിയട്ടെ. പിന്നെ അക്ക വാടകയ്ക്ക് കേട്ടോ താമസിക്കുന്നതൊക്കെ. അക്കയുടെ ID കാർഡിന്റെ കോപ്പി ഉൾപ്പെടെ ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് പിന്നെ വരത്തില്ല എന്ന് പറഞ്ഞാലും പിന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് കമന്റ് കാണുമ്പോൾ എന്തായാലും അങ്ങ് വരാൻ തോന്നുന്നുണ്ട്. പക്ഷെ 1-2 യൂട്യൂബേഴ്സ്, എനിക്ക് യൂട്യൂബർമാരായിട്ടൊന്നും ഒരു പരിചയമില്ലായിരുന്നു, അവരെന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു അക്കൻ്റെ അഡ്രസ്സ് കിട്ടിയാൽ തരണം, അല്ലെ അക്ക എന്നെ കാണാൻ പോവാണെന്നുണ്ടെങ്കിൽ നമ്മളെ കൂടെ വിളിക്കണമെന്ന്. പുള്ളിക്കാരി ഓർത്തിരിക്കുന്ന അറിയുമ്പോൾ നമ്മളിപ്പോൾ വീട്ടിൽ കയറി ചെന്നാൽ അടുത്ത കേസായി ഭവനവേതനം അങ്ങനെ കൊടുക്കാം, അല്ലെ കൊച്ചിനെ ആക്രമിക്കാൻ ശ്രമിച്ചു അങ്ങനെ കൊടുക്കാം, ഇങ്ങനെ കൊടുക്കാം എന്നൊക്കെ ഉള്ളൊരു പ്ലാൻ ഉണ്ട്. അത് കയ്യിൽ വെച്ചിരുന്നാൽ മതി. തുടക്കം തൊട്ടേ വീഡിയോ എടുത്തോണ്ടേ വരത്തുള്ളൂ. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന തൊട്ട് നിങ്ങളെ വീട്ടിൽ കയറി ഒരു കാര്യം അക്കയ്ക്ക് ഉറപ്പിക്കാം, നിലവിളിച്ചാൽ പോലും ചുറ്റിനുള്ള ഒരു മനുഷ്യൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കൂല. അക്കാര്യത്തിലൊക്കെ ഭാഗ്യവതിയാണ്. ആരൊക്കെയോ അക്കയുടെ സൈഡ് പറഞ്ഞു വരുന്നുണ്ട്. നമ്മൾ അക്കേനെ വീഡിയോ വഴി കാണിച്ചു, അക്കയ്ക്ക് അത് നാണക്കേടായി. വല്ല യൂട്യൂബ് ചാനലിൽ പോയിട്ട് ബാക്കിയുള്ളവരെ നാണം കെടുത്തുന്നതിന് അപ്പൊ ഒന്നും ആർക്കും ഒരു വിഷമവും ഇല്ലായിരുന്നു. എല്ലാ യൂട്യൂബേഴ്സിനും കയറ്റുമ്പോ ഓർക്കണമായിരുന്നു. ഞാനതല്ല ഓർക്കുന്നത്, ഇത്രത്തോളം യൂട്യൂബർമാർക്ക് ഇവരോട് ദേഷ്യം ഉണ്ടായിരുന്നു. എത്ര പേരാ വിളിക്കുന്നത്? ഞാൻ നമ്മള് മാത്രമേ കാണത്തുള്ളൂ. ഇത് ഇവരുടെ വീഡിയോ എടുക്കുമ്പോ എനിക്ക് ഇത്ര തുടക്കത്തിൽ അറിഞ്ഞൂടായിരുന്നു. പിന്നെ അല്ലേ ചറപറ ആൾക്കാരിങ്ങനെ പറയുന്നത് അത് ഇതുണ്ട്. പിന്നെ പൊതുവെ നാട്ടിലുള്ളവരൊക്കെ പറയുന്നുണ്ട് അക്ക പറയുന്ന എല്ലാം കള്ളവാ, ഒരുപാട് കള്ളത്തരം പറഞ്ഞ ജീവിക്കുന്ന അവിടെയെന്ന്, നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ കോടീശ്വരിയാന്നൊക്കെ അവിടെ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ പല കാര്യത്തിലും അത് അങ്ങനെയല്ല. അത് ഉദാഹരണ സഹിതം ആൾക്കാർ പറഞ്ഞു. പക്ഷെ അതൊന്നും പറഞ്ഞ് ഞാൻ അക്കനെ നാട്ടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെ പ്രൈവറ്റ് ലൈഫാണ്, സാഹചര്യം. വീഡിയോ ചെയ്യണം. അക്കയുടെ ചാനലിൽ വീഡിയോ ഇടാത്ത ഇതേപ്പറ്റി അക്ക ഇടണം, അതാണ് എന്റെ ഒരു അഭിപ്രായം. അക്കയ്ക്ക് ഇത്ര നല്ല യൂട്യൂബ് ചാനലുണ്ട്. അക്കയ്ക്ക് ഭയങ്കര അക്കയുടെ വാഴക്കൂമ്പ് വാഴപ്പിണ്ടി തോരനില്ലേ അക്കയുടെ, അത് നല്ലോണം കേറി ആൾക്കാർ. എനിക്ക് വല്ലാണ്ട് അങ്ങോട്ട് ഇഷ്ടം. ഞാൻ ഷെയർ ചെയ്യാഞ്ഞിട്ട് പോലും ഞാൻ ഷെയർ ചെയ്തില്ല. അല്ലാണ്ട് തന്നെ ആൾക്കാരൊക്കെ എന്റെ ചാനൽ കണ്ടുപിടിച്ച് ചീത്ത വിളിക്കാനാണെങ്കിൽ അവർ ഓപ്പൺ ചെയ്തോണ്ടല്ലേ. 100 എത്രയോ വ്യൂ ഉണ്ടായിരുന്ന വീഡിയോയാ, അങ്ങ് കേറിയില്ലേ കുറച്ചെങ്കിലും. കടപ്പാട് വേണം കേട്ടോ. പക്ഷെ ഒറ്റ സബ്സ്ക്രൈബർ കൂടിയിട്ടില്ല. അത് ഇപ്പോഴും 7 അല്ലേ? വേറെ 3 അപ്പൊ കൂടിയല്ലോ 4 പേര്. 3 എന്ന് പറയുമ്പോ കൊച്ചാട്ടനും ചേച്ചിയും മോളും. കൊച്ചാട്ടന്റെ കാര്യത്തിൽ കുറെ ദുരൂഹതകളുണ്ട്. നമ്മൾ ചീത്ത പറയുന്നില്ല. നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു നമ്മളിൽ നിന്ന് ചീത്ത കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല, അവർ പറഞ്ഞോട്ടെ എന്ന്. തീർച്ചയായിട്ടും നമ്മളത് അംഗീകരിക്കുന്നു. അപ്പോഴത്തെ ഒരു സാഹചര്യത്തിന്റെ പേരിൽ അവരെ തന്നെ വിളിച്ചതായിട്ട് കരുതിയെടുത്തത്. പക്ഷെ അത് അത്രയും നമ്മൾ പറയേണ്ട കാര്യമില്ലായിരുന്നു, അറിയാം. പക്ഷെ പറഞ്ഞു പോയി. ഇപ്പം മാറ്റാനുള്ള ഉദ്ദേശമൊന്നുമില്ല. പറഞ്ഞത് പറഞ്ഞു, അത് അവരർഹിക്കുന്നു. ഇനി നമ്മൾ ഒരിക്കലും അങ്ങനത്തെ ഇതിനു മുന്നേ നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ നമ്മൾ ചീത്ത വിളിച്ചിട്ട്. നമ്മൾ ഇനി അത് ഉപയോഗിക്കത്തില്ല വാക്ക്.
ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ അക്കയോട് നേരിട്ടേ പറയുള്ളൂ. അക്കയുടെ അടുത്ത് ഞാനൊരു കമന്റ് റിപ്ലൈ പറഞ്ഞു. പോസ്റ്റ്പോൺ ചെയ്യുവാണെങ്കിൽ ഞാൻ അക്കയോട് കമന്റ് ഇട്ട് ഞാൻ പറഞ്ഞു, അക്ക നമുക്ക് ഒരിടത്ത് വെച്ച് കാണാം, എവിടെയെങ്കിലും വെച്ച് നമുക്ക് കാണാം, നമുക്ക് പറയാനുള്ളത് പരസ്പരം പറയാം. എൻ്റെ ചാനലിൽ കൂടെ തന്നെ വേണേ നമുക്ക് ലൈവ് പോയിട്ട് അക്കയ്ക്ക് എന്നെ പറ്റി പറയാനുള്ള മോശം കാര്യം അങ്ങ് പറഞ്ഞേരേ, നാട്ടുകാരറിയട്ടെ. അക്ക ലൈവിൽ പൊക്കോ. അത് ഇത്ര നല്ല ഓഫർ ആര് തരും? നമ്മളെ പറ്റി മോശം പറയാൻ നമ്മുടെ ചാനലിൽ നമ്മൾ ലൈവ് ഓപ്പൺ ആക്കി കൊടുക്കാന്ന് പറഞ്ഞു. അക്കയ്ക്ക് അത് പറ്റൂല. പിന്നെ അക്ക എല്ലാ കമന്റിലും ഇടുന്നൊരു കോമൺ കാര്യമാണ്, ആയ് സൂപ്പർ, അയ്യോ എന്ത് ഭംഗിയാ ഇത് കാണാൻ, ഇത് അപ്പേന്റെ മേളത്തെ മുറിയല്ലേ, ഇത് ചുലുവമ്മ ഇരിക്കുന്ന അടുക്കള, വേണ്ട സ്റ്റെപ്പ്, ഹായ് ദേ അപ്പന്റെ വീടിന്റെ മുന്നിൽ ചിന്നു കിടക്കുന്നു, എന്ത് സൂപ്പർ വീടാ, ഇതെങ്ങനെയാ ഉണ്ടാക്കിയേ? ഞാനിങ്ങനെ 24 എണ്ണമോ? ഒരെണ്ണം കൂടെ ഉണ്ടാക്കി തരുമോ? ഒന്നും കൂടി ഉണ്ടാക്കാൻ പറ്റൂല, ഇത് കൂടുതലായില്ലേ, അപ്പൊ എനിക്ക് ഇത് 2 കൂടി അന്ന് 2 കൂടെ ഇങ്ങോട്ട് ഈ വണ്ടി ഇങ്ങോട്ട് തിരിച്ചേ 2 കൂടെ ഉണ്ടാക്കി തരും. ഇത് ഇവിടെ കൊണ്ടുവച്ചേക്കുന്നത് ഒരു വീടൂടെ ഉണ്ടാക്കി ആദ്യം ഇത് ഇങ്ങനെ ആക്കണം. മോൻ വെച്ചിട്ട് കാണിച്ചാൽ മതിയേ. പിന്നെ അക്ക എല്ലാ കമന്റിലും എല്ലാ യൂട്യൂബേഴ്സിനോടും പറഞ്ഞൊരു സ്ഥിരം കാര്യമാണ്, നിങ്ങൾ അമേരിക്കക്കാരുടെ നിന്ന് പൈസ മേടിച്ചു, നിങ്ങൾ അമേരിക്കക്കാരുടെ നിന്ന് ഗിഫ്റ്റ് മേടിച്ചു. എല്ലാ കമന്റുകാരോടും നാളുകളായിട്ട് ഇത് തന്നെയാണ് പറയുന്നതെന്നറിയാം. അതെ, കാശ് കൊടുത്തോ വാങ്ങിച്ചോ അതിനിപ്പോൾ അക്കയെ ബാധിക്കുന്നത് എന്താ? കൊടുക്കുന്നവന് പ്രശ്നമില്ല, വാങ്ങുന്നവന് പ്രശ്നമില്ല, അത് എന്തിൻ്റെ പേരിലായിക്കോട്ടെ, അത് കടമായിട്ടോ ദാനമായിട്ടോ എന്തോ ആയിക്കോട്ടെ. പിന്നെ അക്കയുടെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. അക്കയ്ക്ക് ഏതെങ്കിലും അമേരിക്കക്കാർ തരാത്തതാണ് പ്രശ്നം? ഏതെങ്കിലും അമേരിക്കക്കാർ ഞാൻ ഈ പറഞ്ഞ അഡ്രസ്സിൽ പോയിട്ട് അക്കയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണേ, ആ വിഷമം അങ്ങ് തീരട്ടെന്ന്. എൻ്റെ മോൾക്കൊന്നും പറയാനില്ലേ? ചീത്ത കഴിച്ച് എന്തെങ്കിലും പറഞ്ഞു പറയാമോ? ഒന്നും വേണ്ട, തിന്നിട്ട് എല്ലാം ഇടയിൽ കയറിയത് ടീംസിനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറയാനുള്ള നേരിട്ട് വന്ന തരത്തുള്ളൂ. ബോഡി ഷേപ്പിംഗ് ചെയ്യാൻ പാടില്ല എന്ന് അറിയുന്നതുകൊണ്ടാണ് ഞാൻ അക്കയുടെ രൂപത്തിനൊന്നും പറയാത്തത്. അക്ക ഇങ്ങോട്ട് പറഞ്ഞ രീതിക്കാണ് തിരിച്ച് പറയാൻ അറിയാമെന്നിട്ടല്ല. വേണ്ട അങ്ങനൊന്നും പറയില്ല, അത് പറയില്ല. ചേച്ചിക്ക് കുടുംബക്കാരെ പറ്റി ഒന്നും അറിയത്തില്ല, പിന്നെ എന്തിന്റെ അർത്ഥത്തിൽ എന്നെ കയറി അതൊന്നും പറഞ്ഞ്. അപ്പൊ എനിക്ക് വരാം, ചേച്ചി വന്നില്ലെങ്കിൽ ഞാനങ്ങ് വരും കേട്ടോ. എനിക്ക് പോണം, എനിക്ക് എന്റെ അക്കനെ കാണണം. അക്ക ഉയർ, അതെ അക്ക ഉയർ, ലേഡി സൂപ്പർ സ്റ്റാർ. ചേച്ചിയെ കാണാൻ ഞാനും വരും കേട്ടോ. അക്ക വീഡിയോസ് എല്ലാം കണ്ടു കേട്ടോ, അക്ക വീഡിയോ എല്ലാം കണ്ടു. ഞങ്ങളുടെ വീഡിയോക്ക് ഒന്ന് കമന്റ് ഇടാഞ്ഞേ, ഞങ്ങള് പ്രതീക്ഷിച്ചിരുന്നിട്ടും ചേച്ചി വന്നില്ല. ആ ഒരു വിഷമം ഇപ്പോഴും കാത്തിരിക്കുക ഞാൻ. ബാ, ഡിലീറ്റ് ആക്കൂല കമന്റ്, പിൻ ചെയ്ത് തരാം. ബാ അല്ലേ, ഇതിക്കുള്ളെന്താ വേണം? മണിയമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട്. ആ അതാ ഞാൻ നോക്കി. വേണ്ട അത് പറയല്ലേ, തീ പഠിപ്പിക്കുന്നത്. മണിയമ്മ പറഞ്ഞു. ബാ, എന്തിനാ പറയുന്നേ? തിന്നിട്ട് എല്ലിനിടെ കുത്തുന്നുണ്ടെങ്കിൽ അത് ആ എല്ലിനിടെ കുത്തുന്ന നിർത്താൻ ഒരുപാട് പണികളുണ്ട്. അതിനുള്ള വഴി ഉണ്ടാക്കാതിരുന്ന ഏറ്റവും നല്ലത് അതാണ്. ആനി അടുത്ത കമന്റ് മണിയമ്മയുടെ ചാനലില്ല. ആ വരട്ടെ, എന്റെ ചാനലിൽ അല്ല, ഇതിനകത്ത് വന്നതിന്റെ മറുപടി ഞാൻ പറഞ്ഞേ. അതിനകത്ത് വന്നല്ലോ. നമ്മളോട് പറയുന്ന പോലല്ല, മണിയമ്മയോടൊക്കെ പറയുന്നത് സൂക്ഷിച്ച്. നിങ്ങളുടെയൊക്കെ നമ്പർ കിട്ടിയുണ്ടല്ലോ, ചെവി അടിച്ചു പോകും. ചെവി അടിച്ച് പോകുന്നല്ല, അങ്ങ് വീട്ടിലോട്ട് നേരിട്ട് വരും. ഞാൻ എല്ലാവരും പോകുന്നുള്ളൂ, വിഷമിക്കണ്ട. നമുക്കൊരു ട്രിപ്പ് ഉണ്ട് അതിനകത്ത് വഴി. ഞാൻ വലിയ ബസ് പിടിച്ചേ വരുള്ളൂ. വരുമ്പോ ബസ് പിടിച്ചു വരുമ്പോ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? ഓരോ സ്റ്റോപ്പിൽ നിന്ന് ആൾക്കാരെ ഓരോ പഞ്ചായത്തിൽ നിന്ന് വിളിച്ചിട്ട് വരാം. ഒക്കെ വിഷമിക്കാതെ. കൂടുതലൊന്നും പറയത്തില്ല, നേരിട്ട് വീട്ടിൽ വന്ന് വിളിച്ചിറക്കി തരാനുള്ളത് തന്നിട്ട് പോരും. അതിന്റെ ചിലപ്പോ തല്ലും തരും. ഇത് റൂം, ഇത് സൂലുവമ്മ എടുക്കുന്ന റൂം. നമ്മൾ എത്രയൊക്കെ ബിസി ആയാലും കുട്ടികൾക്ക് സമയം കൊടുക്കണം, ഇല്ലേ അവർക്ക് വിഷമാവും. ഇത് ചിന്നു. ചിന്നുവാണോ ഇത്? ഒരു പാത്രം കണ്ട അപ്പം കഴുകി വെക്കണം. ഇവിടെ കിടക്കുന്ന ചിന്നു ആണോ? ഈ ജാക്കി ഇല്ല, പോയി വെച്ചോണ്ട് വാ. അത് ജാക്കിയൊന്നുമല്ല, ചുമച്ചിന് ജാക്കി ഇല്ല, പോ വെച്ചോണ്ട് വാ. അവന്റെ വിചാരം എനിക്ക് അവന്റെ പ്രായമാണ്. എന്തെങ്കിലും കിടുതാ പോയിട്ട് അപ്പ കൊണ്ടുവരും, അപ്പേ വാ നമുക്ക് കളിക്കാൻ സാധനം കിട്ടിയെന്ന്. പിന്നെ എന്താ, ഞാൻ ഓർത്ത് ചേച്ചി പെണ്ണുങ്ങളെ മാത്രമേ പറയൂ, ചേച്ചി ആണുങ്ങളെ പറയുന്നുണ്ടോ ഇപ്പം? നമ്മുടെ അച്ചാച്ചിയും ഏട്ടനെ പറ്റി പറഞ്ഞ പിന്നെന്തുവാ? ഓ, അത് നമ്മളെ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ഒരു ഫ്ലോയിൽ അങ്ങ് വന്നു പോയത്. എന്നാലും പക്ഷെ ഇന്ന് ആണുങ്ങളെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാനും എന്റെ വി ആർ ലവ് എന്ന് പറഞ്ഞൊരു ചാനലിൽ അമല്, ഞങ്ങൾ രണ്ടുകൂടെ ചേർന്ന് ചേച്ചിയെ തകർക്കാൻ ഇറങ്ങിയേക്കുവാന്നാണ് പറയുന്നത്. എനിക്കൊരാളെ തകർക്കാനോ വളർത്താനോ ഉള്ള കഴിവില്ല. എനിക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യാനറിയാം, അതിന് ആരുടെ സഹായം ആവശ്യമില്ല. അതുകൊണ്ട് അങ്ങനെ പറയാതെ
എല്ലാം കൂടെ ഒറ്റ കമന്റ് എല്ലാ യൂട്യൂബ് ചാനലും കാണുന്നുണ്ട്. കുറേ യൂട്യൂബേഴ്സിന്റെ കുറ്റം കാരണം കമന്റ് ഇട്ടെന്ന് പറഞ്ഞ് വലിയ രീതിയിൽ ഇട്ടിട്ടുണ്ട്. അതിലെ ഇന്നയാള് എന്താണ് ആ കുഞ്ഞിനെ ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല, അവരുടെ കുട്ടി മരിച്ചു പോകുമെന്ന് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല, അങ്ങനെ ഇങ്ങനെ എല്ലാവരുടെയും എല്ലാ സ്ക്രീൻഷോട്ട് ഇരിപ്പുണ്ട്. അക്കെ ഇനി എത്ര കിടന്ന് മെഴുകിയിട്ടും കാര്യമില്ല. പിന്നെയും പിന്നെ ആ തെറ്റ് സമ്മതിക്കാൻ പറഞ്ഞ പാടാണ്. മാളു മഞ്ചാടി എവിടെ? ഇല്ല, വരണം. പശുവിനെ അഴിച്ചോണ്ട് വരണം. അയ്യത്തൂന്ന് അജയമാമൻ അഴിച്ചോണ്ട് വരുന്നുണ്ട്. ചെല്ലേ, അവരെ കൂടെ കൊണ്ടുപോവാ. തൊന്തര വയ്യേ. പിന്നെ എൻ്റെ അടുത്തൊരു വളരെ രീതിയിൽ വന്ന ഒരു കാര്യമായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ ഭർത്താവിന്റെ കാര്യത്തിൽ എനിക്ക് നിയമത്തിൽ വിശ്വാസമില്ല, പോലീസുകാരൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു എന്ന്. അങ്ങനെ പറഞ്ഞു. അത് തീർച്ചയായിട്ടും അങ്ങനെയായിരുന്നു. 2 വർഷം മുന്നത്തെ കാര്യവും അപ്പോഴത്തെ എൻ്റെ സാഹചര്യവും എനിക്ക് കിട്ടിയ സർവീസും എല്ലാം അങ്ങനെയായിരുന്നു. അപ്പോൾ അതങ്ങനെയായിരുന്നു. 2 വർഷത്തിന് ശേഷം നമുക്കുള്ള കോണ്ടാക്ട് വലുതായി, കുറച്ചും കൂടെ ഒക്കെ ഇറങ്ങി പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ അങ്ങനെ ഒറ്റ സെക്കൻഡ് അങ്ങനെ പെരുമാറി ഒരു മിനിറ്റ് അമ്മൂന്റെ അടുത്തല്ലേ, അങ്ങനെ നമുക്ക് നീതി വാങ്ങിത്തരുന്ന ഉദ്യോഗസ്ഥരുടെ അടുത്ത് ചെന്നു, കണ്ടുപിടിച്ചു. അതുകൊണ്ട് നമുക്ക് ശരിക്കും വിശ്വാസം ഉണ്ട്. അന്നത്തെ സാഹചര്യമല്ല ഇന്ന്. അതുകൊണ്ട് എനിക്ക് മാറ്റി പറയുന്നതിന് യാതൊരു മടിയില്ല. അന്ന് അങ്ങനെയായിരുന്നു, ഇന്നിപ്പോ ഇങ്ങനെയാണ്. അതുകൊണ്ട് ഞാനത് തീർച്ചയായിട്ടും അംഗീകരിക്കുന്നു, അഭിമാനത്തോടുകൂടി അംഗീകരിക്കുന്നു. അല്ലാണ്ട് വാക്ക് മാറ്റി പറയുന്നു. അന്ന് പറഞ്ഞു എന്ന് പറഞ്ഞോണ്ട് ഇപ്പോഴും വാക്ക് മാറ്റി പറയാതിരിക്കണമെന്നില്ലല്ലോ. മാറ്റേണ്ടതാണെങ്കിൽ മാറ്റും. പിന്നെ ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം കുഞ്ഞാവെ ഞാൻ കല്യാണം കഴിക്കുന്നതാണ് തോന്നുന്നത്. അസൂയാണോ? ആര് പറഞ്ഞ പോലെ അവളെ കാട്ടി 1 വയസ്സ് താഴെയുള്ളവർത്തിനെ അവള് കറക്കി എടുത്തില്ലേ? ഞാൻ 4 റൗണ്ട് അവനെ ഇങ്ങനെ മുറ്റത്തിരുത്ത് കറക്കി. കൈ കഴിച്ചപ്പോ അമ്മ വന്നിരുന്നുണ്ട്, ഇങ്ങനെ കറക്കി 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 അവനെ ഞാൻ കയ്യിലങ്ങ് എടുത്തു. വളയിടുന്ന നീ എന്താ എന്റെ വീഡിയോ വെച്ചിട്ട് ഒരു വള മേടിച്ചിടുവെന്നല്ലേ പറഞ്ഞത്? നിനക്ക് ഞാൻ തരുന്നുണ്ട് വളയെന്നൊക്കെ പറഞ്ഞിട്ടാണ് അക്ക കമന്റ് ഇട്ടിരിക്കുന്നത്. നമ്മുടെ ചാനലല്ലോ കേട്ടോ, അതിനുള്ള ധൈര്യമില്ല. അല്ല ഇട്ടോന്നെ വള ഞാനിടും. അക്ക വരുവാണ്. അക്ക കല്യാണം വിളിച്ചിട്ടുണ്ട്. അക്കനെ ഞാൻ ഒഫീഷ്യലായി കല്യാണം വിളിക്കുകയാണ്. ജനുവരി 14 പുൽപ്പള്ളിയിൽ വെച്ചിട്ടാണ് കല്യാണം. ഫെബ്രുവരി അക്കനെ ഞാൻ കണ്ടോ അക്കടെ കാര്യം പറയുമ്പോൾ ഞങ്ങൾക്ക് തെറ്റാണ് ആവർത്തിക്കുന്നത്. ഫെബ്രുവരി 14 കല്യാണം. പുൽപ്പള്ളി വെച്ചിട്ടാണേ. അക്ക വരണേ. ഓഡിറ്റോറിയം ഒക്കെ ഞാൻ പറഞ്ഞുതരാം എവിടെയാന്നുള്ളത്. വാലന്റൈൻസ് ഡേ എന്നൊക്കെ വാ നമുക്ക് സ്നേഹിക്കാം. അക്കയ്ക്ക് ചീഫ് ഗസ്റ്റിന്റെ സീറ്റാണ് ഞാൻ തരാൻ പോകുന്നത്. പക്ഷെ ആ ഓഫർ വെറുതെ ആയിപ്പോല്ലോ. അക്കേന്റെ അഡ്രസ് കണ്ടുപിടിക്കുന്നവർക്ക് 10,000 രൂപയും 5 സിനിമ ടിക്കറ്റ്. അക്ക തന്നെ നിങ്ങൾക്ക് അതിനുള്ള ഓഫർ തരും. എത്രയൊക്കെയാന്ന് പറഞ്ഞാൽ ഉള്ളില് അക്ക പേടിക്കുന്നുണ്ട്. പേടിയുണ്ട് അവർക്ക്. അതില്ലെന്ന് പുറമേ കാണിക്കുന്നത്. അല്ലെങ്കിൽ ഇത്രയും ദിവസം ഇപ്പൊ മാളത്തിൽ ഇറങ്ങുമോ? അതെ, ഒളിച്ചിരുന്ന് കുറച്ച് ആലോചിച്ചു. അപ്പൊ കൂടെ ഉള്ള ആരെങ്കിലും പറഞ്ഞു കാണും, നീ പേടിക്കണ്ട, നീ ധൈര്യമായിട്ട് ഇത് കണ്ടിന്യൂ ചെയ്തോളാൻ. എന്നിട്ട് അക്കയ്ക്ക് തെറി കിട്ടുമ്പോൾ അവര് മാറിയിരുന്ന് സന്തോഷിക്കും. ഇതൊന്നും എന്റെ പൊന്നെ അറിയുന്നില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ ആരോ പറഞ്ഞ പോലെ ഇവർക്ക് ഭ്രാന്തിന്റെ സർട്ടിഫിക്കറ്റ് ഉള്ളതാ. എന്ത് തോന്നിയ ദിവസം കാണിച്ചാലും ആര് എന്നാലും ഇതിങ്ങനെ കാണിച്ചാൽ മതിയല്ലോ. എന്റെ ഒന്നും ചെയ്യല്ലേ, എനിക്ക് ഭ്രാന്തിന്റെ സർട്ടിഫിക്കറ്റ് ഉള്ള ഞാൻ തോന്നിയ ദിവസം ചെയ്യുന്നു. അതെന്താ തോന്നുന്നു? അല്ല പിന്നെ നോർമലായ ഒരു വ്യക്തി ഇങ്ങനെയൊക്കെ ചെയ്യുമോ? പുള്ളിക്കാരി എന്തായാലും ഒന്ന് ഫേമസ് ആയി. കമന്റ് ഇട്ട് ഫേമസ് ആവുന്ന ഞാൻ ആദ്യമായിട്ട് കാണാം. ഒക്കെ ചാനലൊന്ന് കണ്ടിന്യൂ ചെയ്തൂടെ, റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്. അത് ഒരു വരുമാനവും കൂടെ ആയില്ലേ. ഈ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഒന്ന് മാറും. നാട്ടിലുള്ളവരോടൊക്കെ നമുക്ക് കടം മേടിക്കേണ്ട ആവശ്യം വരുമോ? കടം മേടിച്ച് കൊടുക്കാതിരിക്കുക എന്നുള്ള ഒരു ചീത്തപ്പേര് മാറി കിട്ടത്തില്ലേക്ക്. ഒക്കെ അങ്ങനെ നോക്ക്. എന്നെ കൈ കിട്ടിയ പുള്ളിക്കാരി ഇപ്പം അരച്ചു കുടിക്കും എന്നുള്ള അവസ്ഥയിലാണ്. അപ്പം അവരെ കൈ കിട്ടിയ നമ്മളോ അമ്മ പറഞ്ഞ പപ്പടം പൊടിക്കുന്നവരെ പൊടിക്കുന്ന. ഓ അപ്പന്റെ വീട് തകർത്താമോ? എന്താ മൂങ്ങിനെ ഓ എടി അമേരിക്കക്കാരുടെ ഗിഫ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഞാനെന്താ വീഡിയോയില് പറഞ്ഞില്ലേ? കല്യാണ സാരിയുടെ കാര്യമായിരിക്കും. അത് ഞാനല്ലേ പറഞ്ഞ അമേരിക്ക എന്നുള്ള ആൾക്കാർ ഗിഫ്റ്റ് തന്നതാന്ന്. അല്ല ഇത് കണ്ടുപിടിച്ചത് പുള്ളിക്കാരി കണ്ടുപിടിച്ചവരാണ്. എടോ ഞാനത് പബ്ലിക്കായിട്ട് പറഞ്ഞ 5-6 ലക്ഷം വ്യൂ ഉള്ള വീഡിയോ അത് കാണിക്കുകയും ചെയ്തു. നമ്മളോട് സ്നേഹമുള്ളവരത് കല്യാണത്തിന് ഉടുക്കണമെന്നും പറഞ്ഞു. അമ്മുവിന്റെ ചിക്കൻ കറി ഞാൻ ആഗ്രഹിച്ച് അമ്മു ഇന്ന് എനിക്ക് ചിക്കൻ കറി വെച്ച് തന്നു. കുഞ്ഞാക്ക് കൊടുക്കത്തില്ല, കുഞ്ഞാ ഇത് കഴിച്ചോണ്ട്. ഇന്ന് ഡ്രസ്സ് എടുക്കാൻ പോയിട്ട് കുർത്തിയൊക്കെ ഇടുമ്പോ ഈ ചെക്കന് നല്ല രസം, ഫിറ്റ് ബോഡി ആയില്ലേ. ഞാൻ വയറുള്ളതായിരുന്നു. എനിക്ക് വയറിങ്ങനെ തള്ളി നിൽക്കുമ്പോഴായിരുന്നു ചന്ത. ഇതിപ്പോ ഞാൻ വണ്ണം കുറച്ച് ഞാൻ
ഡ്രസ് ഇടുമ്പോ നല്ല മറ്റേ ഈ ബൊമ്മ ഇട്ട് വെക്കൂലേ, അവനെ പറ്റി പറയാൻ നീ സമ്മതിക്കൂലേ? കുഞ്ഞാമാവൻ ഉടുപ്പിടുമ്പോ ഉണ്ടല്ലോ മറ്റേ ബൊമ്മയിൽ ഉടുപ്പിട്ട പോലെ ഫിറ്റ് ആയിട്ട് ഇരിക്കുകയെന്ന് അപ്പൊ പറയുന്നേ. മാമനെ കളിയാക്കി അങ്ങോട്ട് ചിരിക്കുക. മാമന്റെ ഒരു കാര്യം അല്ലേ. അതിനകത്ത് ബോംബെത്തുമ്പോ മാവന് തന്നു. ബോംബല്ല മോനെ, ബൊമ്മ, പ്രതിമ. ആ മാമൻ ചമ്മ നോക്കിയ മാമൻ ചമ്മിയൊന്ന്. മാമൻ ചമ്മി നല്ലടാ, മാമൻ ഉടുപ്പിട്ടപ്പോ സുന്ദരനായതാ പറഞ്ഞേ. മാമന് 2 കളർ കുർത്തി എടുത്തേ, സുന്ദരനായിന്ന്. മാമന് നന്നായിട്ട് ചേരും. മാമ മറ്റേ ഈ നീല ഡ്രസ്, ഓ കുഞ്ഞാമ എങ്ങനെ പോയെടുത്താലും നീല 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 അല്ല ഒരെണ്ണം നീലയാ. നീല എടുത്തോ, ഷർട്ട് ഉണ്ടല്ലേ, അത് പക്ഷെ നല്ല നീലയാ. എല്ലാ നീലയും കൂടെ ഉപേക്ഷിക്കണ്ട. ഒരു ദിവസം ഞാൻ പറഞ്ഞു നീല നേവി ബ്ലൂ നീല. എങ്ങനെ എടുത്ത് കറങ്ങി വന്നാലും നീല കളറുള്ള ഷർട്ട് ടീഷർട്ട് കുഞ്ഞാവ് എടുക്കുള്ളൂ. അതിന് ഞാൻ ഒരു ദിവസം പറഞ്ഞു തന്നെ ഡെക്കാത്തലോണിൽ പോയിട്ട് കുഞ്ഞാവ് 3 ടീഷർട്ട് എടുത്തു. അത് 3 എങ്ങനെ ഇരിക്കുമെന്നറിയാമോ? ഒരുമിച്ച് 3 എണ്ണം വെച്ചാൽ നമുക്ക് തോന്നും ചെറിയ വ്യത്യാസത്തിലുള്ള 3 കളറാണ്. അല്ലാണ്ടിരുന്നാണ്ടല്ലോ 3 ഒരേ കളറ്. 3 ടീഷർട്ടിൽ ചെറിയ നമ്മളിങ്ങനെ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കണം അതിന്റെ വ്യത്യാസം. ചെറിയൊരു പൊട്ട്, അതാണ് വ്യത്യാസം. അങ്ങനെ എടുക്കാൻ കഴിയുള്ള ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ഒരുമിച്ച് 3 ടീഷർട്ട് ഒരേപോലത്തെ എടുത്തിട്ട് വന്നിട്ട് കളറ് ഇവ മാറി മാറി ഇടും. കാണുന്നവർക്ക് ഇത് തന്നെ ഇട്ടോണ്ടിരിക്കുന്നത്. പൊതുവെ പണ്ടെപ്പോഴോ വസ്ത്രത്തിന് വേണ്ടി ബുദ്ധിമുട്ടി എന്നും പറഞ്ഞിട്ട് കാശിൽ കൊടുത്ത് തുണി മേടിക്കത്തേ ഇല്ല. കുഞ്ഞാവ് ഡ്രസ്സ് എടുക്കത്തേ ഇല്ല. ഇട്ടിട്ട് കീറാണ്ട് എടുക്കൂല. എപ്പോഴും പറയാം അന്ന് ഇങ്ങനെയായിരുന്നു, ഡ്രസ്സ് ഇടാൻ പറ്റാണ്ട് കൂട്ടുകാരുടെയൊക്കെ വാങ്ങിച്ചിടേണ്ടി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇല്ലേ കുഞ്ഞാ? അങ്ങൊരു സാഹചര്യം ഇല്ലായിരുന്നോ? അതുകൊണ്ട് വാങ്ങിച്ച് കളയൂല. പിന്നെ ഇടേണ്ട സമയത്ത് ഇട്ടില്ലെങ്കിൽ ഇപ്പോഴൊക്കെ അല്ലേ ഇടണ്ടേ, അന്നങ്ങനെയായിരുന്നു എന്നും പറഞ്ഞ് ഇന്നങ്ങനെ ഇരിക്കണമെന്നില്ല. ഡ്രസ്സൊക്കെ ഇടുക, മനസ്സിൽ സന്തോഷമായി ജീവിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക അല്ലേ അമ്മ? ആ അത് ഞാനും അണ്ണാണിയും കിടുവും കൂടെ പോവല്ലോ. കിടുവിന് ജാക്കറ്റ്, ഗ്ലൗസ്, സോക്സ് ഒക്കെ മേടിച്ചു. അണ്ണാണി പറഞ്ഞു നല്ല തണുപ്പാന്നും പറഞ്ഞ എൻ്റെ അണ്ണാണി എവിടെ കൊണ്ടുപോയാലും അന്ന് നട്ടപ്പൊരി വെയിലായിരിക്കും. നമ്മളിന്ന് പോയ മരണക്കിണറിൽ നല്ല രസമുണ്ടായിരുന്നു. എനിക്കതിൽ സന്തോഷം തോന്നിയെന്ന് പറഞ്ഞാൽ ഒരു ചേച്ചി ഇങ്ങനെ വണ്ടി ഓടിക്കുന്നുണ്ടായിരുന്നു. കാണിച്ചു തരാം ഇപ്പം അവരെ കാർ ഓടിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇറങ്ങിയപ്പോഴും ഞാൻ വിചാരിച്ചു അവരെ പോയി സംസാരിക്കണം. കാരണം എപ്പോഴും എന്താ ഇവരിത് കഴിഞ്ഞുടനെ ഇവർ കൈ കാണിക്കുന്നു, എല്ലാം കണ്ടോണ്ടിരുന്ന ആൾക്കാരങ്ങ് പോകുന്നു. അവർക്കൊരു പ്രോത്സാഹനമൊക്കെ വേണ്ടേ? നമ്മളൊന്ന് സംസാരിക്കുമ്പോൾ അവർക്ക് സന്തോഷമാവും. സംസാരിക്കാൻ കാത്തിരുന്നിട്ട് അവരിങ്ങോട്ട് കയറി വർത്താനം പറയാൻ. അതൊരു മലയാളി ചേച്ചിയാന്ന് ഓർത്തപ്പോഴും നമുക്ക് അതിലൊരു അഭിമാനം. പുള്ളിക്കാരി കൊള്ളാം. അതുപോലെ മറ്റേ കാറിന്റെ സൈഡിൽ ഇരുന്ന കക്ഷി, ആ ചേച്ചിയും സൂപ്പറാണ്. എനിക്ക് ആ പുള്ളിക്കാരി ഒരു അതിശയമായിട്ട് തോന്നി കേട്ടോ. ഒരുപക്ഷെ ഞാനങ്ങനെ കണ്ടിട്ടില്ലാത്തതുകൊണ്ടായിരിക്കും. ഞാൻ കണ്ടിട്ടുണ്ട് മരണക്കിണറൊക്കെ, പക്ഷെ അതിൽ ആണുങ്ങൾ ചെയ്യുന്നതേ ഞാൻ കണ്ടിട്ടുള്ളൂ, പെണ്ണുങ്ങൾ ചെയ്യുന്നത് ഞാൻ കണ്ടില്ല. അവർ മൈക്കിൽ കൂടെ പറയുന്നുണ്ടായിരുന്നു, നിങ്ങളിത് കാണാതിരുന്നാൽ അയൽപക്കത്തെ ചേച്ചി പറയും അയ്യേ നിങ്ങളിത് കണ്ടില്ലേന്ന്. ശരിയാ, കണ്ടില്ലായിരുന്നു, നഷ്ടമായിരുന്നു. എനിക്ക് പൊക്കത്തിൽ കയറാൻ പറ്റൂല, ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. എനിക്ക് മറ്റേ അപ്സരസ് ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞ് കയറിക്കോളാൻ. പിന്നെ വിചാരിച്ചു എന്നാൽ ശരി ഞാനും കൂടെ ഒന്ന് കയറാണ്. കിടു ആദ്യമായിട്ട് കാണുമെന്നോ? ആ അതിശയം. ഇനി കാണുന്നതൊക്കെ സാധനമൊക്കെ ഇനി ഭിത്തിയെ കൂടെ ആയിരിക്കും ഓടിച്ചു കിട്ടുന്നത്. കൊള്ളായിരുന്നു മോനെ അത്. ബൈക്ക് ഇങ്ങനെ ഭിത്തിയെ കൂടെ ഓടിച്ചില്ലേ? എങ്ങനെയുണ്ടായിരുന്നു? നമുക്ക് ഇങ്ങനെ ഭിത്തിയെ കൂടെ പോകുന്ന ആ വണ്ടി വാങ്ങിക്കണം. ആ വണ്ടി തറയിൽ കൂടെ പോന്നാ മോനെ. അവര് ഭിത്തിയെ കൂടെ ഓടിച്ചു കയറ്റിയതാ. ആ വണ്ടി ഭിത്തിയെ കൂടെ ഓടുന്ന വണ്ടിയല്ല. മാമന്റെ വണ്ടി പോലത്തെ വണ്ടിയല്ലേ അവര് ഓടിച്ചു. അത്രയും വെയിറ്റ് ഉള്ള ബുള്ളറ്റും കൊണ്ട് കയറിയുണ്ടായിരുന്നു. അപ്പന്റെ കാറും ബുള്ളറ്റും ഇല്ലേ മാമന്റെ, അതേ കൂട്ടുള്ള വണ്ടിയാ. അവര് ഭിത്തിയെ കൂടെ ഓടിച്ചു പഠിച്ചതാ. മുമ്പലുതാകുമ്പോ നമുക്ക് അതൊക്കെ ചെയ്യണേ. കുഞ്ഞിനെ സ്കേറ്റിങ്ങിന്റെ സംഭവം പോയി നോക്കട്ടെ. ഷൂ വേണോന്ന് പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞു മേടിച്ചു കൊടുത്ത ഇപ്പൊ വായിലുള്ള പല്ലൊന്നും കാണൂല, അത് താടിക്കത്തെ ഇല്ലും. അതൊന്ന് പഠിച്ചൊന്ന് ട്രെയിനിങ് ആവാണ്ട്. എന്താ ഈ വിഴുങ്ങുന്ന പറ? ഇല്ല ട്രെയിനിങ് ഇല്ലാണ്ട് പോയിട്ട് അത് ചാടി കയറി കഴിഞ്ഞ് മൂക്കുമുത്തി താഴെ കിടക്കും. ട്രെയിനിങ് മാത്രമല്ല ഫുൾ കിറ്റ് വേണം. ഹെൽമെറ്റും കൈന്റെ മുട്ടിലും കാലിലൊക്കെ പാടും എല്ലാം വേണം. അല്ല അത് അടുത്ത ദിവസം നമുക്ക് അത് പഠിക്കുന്നിടത്ത് കൊണ്ടുവിടാം, അന്നേരം കിട്ടും. അവരാ തരുന്നത്, നമുക്ക് അല്ലാണ്ട് വാങ്ങിക്കാൻ കിട്ടത്തില്ല. അല്ലാതെ നമ്മള് പഠിക്കാൻ കൊണ്ടുവിടും. വലിയൊരു നല്ല സുഖമായിരിക്കും. അതേപോലെ സ്കേറ്റിംഗ് പഠിക്കാൻ കൊണ്ടുപോകും. അപ്പൊ അവിടുത്തെ സാറ് നമുക്ക് മേടിക്കാം. നമുക്ക് സ്കേറ്റിംഗ് പഠിക്കണ്ടേ? ഇങ്ങനെ നിരങ്ങിച്ചേരാ അപ്പൊ കൊണ്ടുപോന്ന് പറഞ്ഞ അപ്പൊ കൊണ്ടുപോകത്തില്ല. ചിരി നോക്കി അവൻ ഉറപ്പാ ഞാൻ വാക്കുവന്നാ ചെയ്യുമെന്ന്. കൊണ്ടുപോണ്ടേ? അപ്പൊ എന്റെ സ്വത്തല്ലേ നീ? നാണം വന്നു.
ഏതൊക്കെ അപ്പയുടെ സ്വത്ത് മാമനാന്ന് പറയുന്നതാ. അയ്യോ അമ്മ പറയും അപ്പയുടെ സ്വത്ത് മാമനാ. അപ്പയുടെ സ്വത്ത് മാമനാ. കൊഞ്ചാൻ വന്നാണേ അപ്പേന്റെ അയ്യോ അടുത്ത മാസം തൊട്ട് അപ്പയുടെ സ്വത്ത് മാമനാ. ആണോ? അല്ല അപ്പന്റെ സ്വത്ത് എന്നും കിടുവാണ്. ഈ കുടുംബത്തെ എത്ര പിള്ളേര് വന്നാലും ഞങ്ങളുടെ കിടുവിന്റെ തട്ട് മേലെ എഴുതിയിട്ട് ഉറങ്ങണം. ഉറക്കം വന്നിരിക്കോ, കണ്ണൊക്കെ തൂങ്ങുന്നു. റോബോട്ട് ആ ഈ അമ്മ എന്തോ ചെയ്തെന്ന് തോന്നല്ലേ അവിടെ ഇരുന്നോണ്ട്. അത് ഞാൻ നീ ഇങ്ങനെ വെച്ചായിരുന്നു ആ വിരലോറയിൽ, അതാ പറ്റിപ്പോയത്. പറ്റ കുഞ്ഞല്ലേ നീ, പറ്റി സ്വത്തല്ലേ. ഇവനെ പോലെ എൻ്റെ അടുത്ത് ജീവിതത്തിൽ ഒരു കുട്ടി അടുത്തിട്ടില്ല. ഇവനെ പോലെ ഞാൻ ഒന്നിനെയും വളർത്തിയിട്ടുമില്ല അങ്ങനെ അല്ലേ കിടുവേ. അങ്ങനെയല്ലേ നമ്മുടെ അനിയൻ കുഞ്ഞു വന്നേ ഇല്ലടാ. ഇന്നുമാവ എന്തിയാ നമ്മുടെ ഇത്രയും തങ്കപ്പെട്ട കുഞ്ഞിനെ പറ്റി. ഇവന്റെ വർത്താനം കാരണം വീഡിയോ എത്ര ഡിസ്റ്റർബൻസ് വന്നാലും ആരും മോശം പറയരുത്. കാരണം അവൻ ഇവിടുത്തെ കുട്ടിയാണ്, അവന്റെ വഴിക്ക് വിട്ടേക്കുന്നതാണ്. ഞാൻ ഇന്ന് 1-2 ചുരിദാറൊക്കെ എടുത്ത് കേട്ടോ. ചുരിദാർ എന്ന് പറയുമ്പം 150 രൂപ 160 രൂപയൊക്കെയുള്ള ടോപ്പുകൾ ആ വിലയുള്ളൂ കേട്ടോ. പക്ഷെ നല്ലതാ, കളർ ഉറക്കം വെറുതെ. ചോറെടുത്ത് കഴിച്ചോ? ഒന്നിച്ച് കഴിയാം കേട്ടാ. 1-2 ചുരിദാർ എടുത്ത എന്തിനാ, അതായത് മാക്സിമം സെറ്റായിട്ട് എടുക്കുമ്പോൾ 500 രൂപ. എന്തായിരുന്നു കടയുടെ പേര്? കസവ് കേന്ദ്ര. ടോപ്പ് മാത്രം മതിയെങ്കിൽ 140 150 160 അവിടെ എന്തോ റിഡക്ഷൻ. അപ്പൊ അത്ര റേറ്റേ ഉള്ളേ. ഇവിടുത്തെ മസിൽ കടന്നു നോക്കി സ്വന്തമായിട്ട്. അപ്പൊ അത്ര റേറ്റ് ഇങ്ങനെ വെച്ചിരിക്കുക. മസിൽ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. ഫോൺ ഇങ്ങനെ വെച്ചിരിക്കുക മസിലേല് ഇങ്ങനെ വെച്ചിട്ട് മറ്റേ കൈ കൊണ്ട് ഇങ്ങനെ മസിൽ കാണും. അപ്പൊ അതെന്തിനാ എടുത്തേന്നറിയാവോ? കല്യാണം കഴിഞ്ഞ് ചെല്ലുന്നുണ്ടോ നമുക്കിങ്ങനെ മറ്റേ മുറിപ്പാവാടെ അങ്ങനെയുള്ള കിട്ടിട്ട് മോശമല്ലേ, കുടുംബിനിയാന്ന് കാണിക്കാൻ വേണ്ടിട്ട് അവിടെ സാരി കൊടുക്കുന്നത്. അതെല്ലാ ദിവസവും ഇല്ലല്ലോ. കുടുംബിനിയായിട്ടിരിക്കുമ്പോ ഞാൻ അങ്ങനെയാന്ന്. ഞാൻ മാന്യമായിട്ട് രാവിലെ ചുരിദാറൊക്കെ ഇട്ടൊരു ചന്ദനക്കുറി അഴിച്ചിട്ട മുടി മുല്ലപ്പൂ ഒക്കെ ആയിട്ട് പോകുമ്പോ നാട്ടുകാരൊക്കെ പറയും എന്താ ഐശ്വര്യം. 2 ദിവസം കഴിയുമ്പോ എന്റെ തനിക്കുളം പുറത്തു വരും. രാവിലെ മുണ്ടും ഒരു നൈറ്റി ഇട്ട് മുണ്ടും മടക്കി മിറ്റത്തിറങ്ങിയിട്ട് മറ്റേ ഉമ്മുക്കിരി വെച്ച് പല്ലാക്കി അവരിക്കുമ്പോ ഇതല്ലല്ലോ 2 ദിവസം കെട്ടിക്കൊണ്ടത് പെണ്ണ് മാറിപ്പോയൊന്ന് എല്ലാം കിടുവേ. ഇപ്പൊ കണ്ട മോളിനെ കല്യാണം കഴിഞ്ഞാൽ അവനെ കൊണ്ട് പോകേണ്ട അവസ്ഥ വരും. മോട്ടോർസൈക്കിൾ സർക്കസ്. ഒരേ സമയം 2 മാരുതി കാറുകളിലും 3 മോട്ടോർ ബൈക്കുകളും 4 യുവാക്കളും ഒരേ സമയം മാരുതി സർക്കസ്. ഭൂമിയുടെ സമുദ്രനിരപ്പിൽ നിന്നും 70 അടി ഉയരത്തിൽ ഇരുമ്പുകൊണ്ടും പലകൊണ്ടും ഉരുക്കുകൊണ്ടും നിർമ്മിച്ച 33,333 മീറ്ററുകളാൽ ബോട്ടുകളാൽ ആകാശ മരണക്കോട്ടയ്ക്കുള്ളിൽ ഒരേ സമയം ഒരുമിച്ച് ഒപ്പത്തിനൊപ്പം മനുഷ്യ മനസാക്ഷികളെ ഞെട്ടിക്കുന്ന ചീറിപ്പായുന്ന മോട്ടോർ ബൈക്കുകളിൽ 4 യുവാക്കൾ കൈകൾ വിട്ടുകൊണ്ടും കാലുകൾ വിട്ടുകൊണ്ടും ചെരിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും ഒരു വശത്തേക്ക് ഒരു മായാജാലക്കാരനെ പോലെ തിരിഞ്ഞിരുന്നുകൊണ്ടും ഒരു വശത്തേക്ക് കൊണ്ടും മനുഷ്യ മനസാക്ഷികളെ തിരിഞ്ഞിരുന്ന അത്ഭുതൻ മാർഗി മരണത്തിന്റെ അടുത്ത പ്രദർശനത്തിനുള്ള ടിക്കറ്റുകളാണ് പ്രദർശന നഗരിയിലേക്ക് പ്രവേശിക്കുക.